അതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആസ് എ പേരന്റ് നമ്മൾ ചേഞ്ച് ചെയ്യണം എന്ന് തോന്നുന്നത് നല്ലതാണ്, അതോ ചീത്തയാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എല്ലാരും പറയുന്നത് Hello. നല്ലതാണെന്ന് പറയും. Hello. അതെ, നല്ലതാണ്. I'm Chitra. Can you please once again? I'm just joined here. ഓക്കെ ചിത്ര, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. വി ഹവ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്ലൈഡ്. നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യുന്ന ടോപ്പിക് ഇതാണ്, കുട്ടികളുടെ ഇമോഷൻസ്, ഹൗ കെൻ വി അഡ്രസ് ആ ചൈൽഡ്സ് ഇമോഷൻസ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മെയിൻലി ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു ഇമോഷണലി ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരാം എന്നുള്ളതാണ് ഡിസ്കഷൻ. അപ്പോൾ ആസ് എ പേരന്റ് നമുക്ക് ചേഞ്ച് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പല സമയത്ത് നമുക്ക് തോന്നും അല്ലെ. ഓരോ ദിവസം നമുക്ക് ഓരോ രീതിയിൽ നമുക്കത് പല രീതിയിൽ തോന്നാറുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഗ്രീൻ സിഗ്നൽ ആണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവ് സൈൻ ആണ് നമുക്ക് ആ തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഏതൊരു ഏരിയ ആണെങ്കിലും നമ്മൾ അതിൽ ബെസ്റ്റ് ആണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക? എന്താ അവിടെ ബ്ലോക്ക് ആയി പോകുന്നത്? എന്താ സ്റ്റോപ്പായി പോണത്? നമ്മൾ ഈ ഒരു ഏരിയയിൽ ബെസ്റ്റ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് നടക്കൂല. അതെ അതെ, നമുക്ക് അവിടെ പിന്നെ ഒരു ലെവലിൽ അപ്പുറത്തേക്ക്, അപ്പൊ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ലെവലിൽ നമ്മൾ സ്റ്റാഗ്നന്റ് ആയി പോകും. അവിടെ നിന്നൊരു ഫെർദർ ഇമ്പ്രൂവ്മെന്റ് നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്ന നമ്മൾ ആരും ഒരു പെർഫെക്റ്റ് പേരന്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളുടെ ഇമോഷണൽ ഹെൽത്തിനെ പറ്റി നല്ലൊരു നോളജ് വേണം. അപ്പോഴാണ് നമുക്ക് കുട്ടികളെ നല്ല ഇമോഷണൽ, നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് നല്ല ശ്രദ്ധിക്കുന്നുണ്ട്, അതുപോലെ സ്ട്രോങ് ആയിട്ട് കുട്ടികളുടെ ഇമോഷണൽ ഹെൽത്ത് കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നമ്മൾ അപ്പോഴാണ് അറിയാം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വേർഡ്സ്, നമ്മളെ ഇന്ന് വരുന്ന വാക്കുകളും ആക്ഷൻസും ഒക്കെ ചിലപ്പോൾ അവർക്ക് പറ്റിയ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിൽ ആകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഇന്നത്തെ സെഷനിൽ മെയിൻലി കവർ ചെയ്യും. അപ്പൊ ഇന്നത്തെ ഹോൾ സെഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് എവറി ഇന്ററാക്ഷൻ വിത്ത് അസ് ടീച്ചസ് ദ ചൈൽഡ് എ ലെസൺ. നമ്മളിൽ നിന്നുള്ള ഓരോരോ ഇന്ററാക്ഷൻസും അവർക്ക് കുറച്ച് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ഓരോ ഇന്ററാക്ഷനിലൂടെ. ചിലപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും ഇതൊരു സമാധാനമുള്ള, എനിക്കൊരു ആശ്വാസം തരുന്നൊരു കോട്ടാണ്. കാര്യം ഇപ്പൊ കുട്ടി എങ്ങനെയാണോ ആ കുട്ടീനെ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, എൻ്റെ ഇന്ററാക്ഷൻ ശരിയായാൽ മതി, ഞാൻ അതിൽ ശരിയായിട്ട് എനിക്ക് അവനെ ഗൈഡ് ചെയ്യാൻ പറ്റും തോന്നും. എന്നാൽ ചിലപ്പോൾ നമ്മളെ ഇതൊരു പേടിപ്പിക്കുന്ന ഒരു കോട്ടാണ്. അയ്യോ, ഞാൻ കാണിക്കുന്നതെല്ലാം അവൻ ക്യാച്ച് ചെയ്യാണല്ലോ എന്നുള്ളൊരു പേടി നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു മിനിറ്റ് എടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളും കുട്ടികളുമായിട്ട് ഉണ്ടാകുന്ന ഓരോരോ ഇന്ററാക്ഷൻസ്. നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ കുട്ടികൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? അവർ ഫുഡ് കഴിക്കാതിരുന്നാൽ, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാതിരുന്നാൽ നമ്മൾ എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നത്? കൂടുതൽ സ്ക്രീൻസിലായി പോകുമ്പോൾ നമ്മൾ എങ്ങനെയാ അതിനെ തടയുന്നത്? അവരൊരു വാശി കാണിക്കുമ്പോൾ, ചെറിയ കുട്ടികളാണെങ്കിൽ ഓരോ ടാൻട്രംസ് കാണിക്കുമ്പോൾ, അപ്പോഴൊക്കെ നമ്മൾ എങ്ങനെയാണോ അവരെ കറക്റ്റ് ചെയ്യുന്നത്, ആ ഒരു രീതി, നമ്മുടെ ആ ഒരു ഇന്ററാക്ഷൻ അവർക്ക് ഒരുപാട് ലെസൺസ് നൽകുന്നുണ്ട്. അപ്പൊ ചില സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇടപെടുമ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നല്ല ഉദ്ദേശത്തെക്കാളും കൂടുതൽ ഡാമേജ് ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഞാൻ ഇടപെട്ട് കുളമാക്കി എന്ന് തോന്നാറുണ്ടോ? ചിലപ്പോ ഞാൻ ഇന്ററാക്ട് ചെയ്ത രീതി ശരിയായില്ല, ഇങ്ങനെ ആയിരുന്നില്ല അവരെ കറക്റ്റ് ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ തോന്നാറുണ്ടോ? സംടൈംസ് സംഗീത പറയുന്നു തോന്നാറുണ്ട്. തോന്നാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ക്രിങ്ക് എന്താണെന്ന് പറയാം. ഈ ഒരു സെഷൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ക്രിങ്ക് എന്നുള്ളൊരു ഓർഗനൈസേഷൻ ആണ്. ഞങ്ങൾ ക്രിങ്കിലൂടെ പേരന്റിങ് ജേർണി, ഈ ഒരു കാലത്തെ പേരന്റിങ് ജേർണിയിൽ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് പണ്ടുള്ള ഒരു തലമുറ കുട്ടികളെ വളർത്തിയെടുത്ത പോലെ നമുക്ക് ഇന്നത്തെ തലമുറയെ വളർത്തിയെടുക്കാൻ പറ്റില്ല. അവരുടെ എക്സ്പോഷർ വേറെയാണ്, അവർക്ക് ഇപ്പോൾ സ്ക്രീൻ യൂസേജ് വ്യത്യാസമാണ്, അവർക്കുണ്ടാവുന്ന വാശി വരെ പണ്ടൊരു ടീനേജിലൊക്കെ നമ്മൾ കണ്ടിരുന്ന കുട്ടികളുടെ വാശിയൊക്കെ ഇപ്പൊ ഭയങ്കര ഏർലിയാണ് കുട്ടികളിൽ കാണുന്നത്. അപ്പൊ ഈ ഒരു തലമുറയിലെ കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരാം, അതിൽ പേരൻസിന് ഏതൊക്കെ ഏരിയയിൽ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ക്രിങ്കിലൂടെ ചെയ്യുന്നത്. എൻ്റെ പേര് മറിയം എന്നാണ്, ഞാൻ ക്രിങ്കിന്റെ കോ-ഫൗണ്ടർ ആണ്. ഞാനും ശ്രുതിയും ഉണ്ട് ഇവിടെ കോളിൽ. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഒരു 3 years ബാക്കാണ് ക്രിങ്ക് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും പേരൻസ് ആയതുകൊണ്ട് തന്നെ ഒരു പേരന്റിങ് ഏരിയയിലെ ഹെൽപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ്, പലരുടെയും ഡൗട്ട്സിൽ നിന്നും ക്വസ്റ്റ്യൻസിൽ നിന്നും ഒക്കെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാണ് നമ്മൾ ഈ ഒരു സപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് 4 കുട്ടികളാണ്.
മൂത്താക്ക് 13 വയസ്സ്, ചെറിയാക്ക് 7 വയസ്സ്. ഞാൻ അവരെ 4 പേരെ ഹോം സ്കൂൾ ചെയ്യുന്നു. ഞാൻ ഒരു കൗൺസിലറാണ്. ഇതൊക്കെയാണ് എൻ്റെ ഫാമിലിനെ പറ്റി. എനിക്കിനി അറിയേണ്ടത് നിങ്ങളുടെ കുട്ടികളുടെ വയസ്സ് എത്രയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന സ്ഥലം. ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ, അല്ലെങ്കിൽ മൈക്ക് ഓപ്പൺ ചെയ്ത് പറയൂ. എന്റെ പേര് ജുനൈദ. ഞാൻ യസീദ് ഇസാന്റെ പാരന്റ് ആണ്. ഐ എം ഫ്രം കണ്ണൂർ. ഓക്കെ. എന്റെ എത്ര പേര് വയസ്സാണ് ഫെമിന കുട്ടിക്ക്? റാഫി. ജുനൈദ, ഓക്കെ. കുട്ടിയുടെ വയസ്സ്? ഇപ്പൊ ഈ യസീദ് ഇസാൻ എന്ന് പറയുന്നത് 10 വയസ്സ്. ഓക്കെ. നാഫിയ കാലിക്കറ്റ് 11641. ഓക്കെ. ജസീല പാലക്കാട് 6 വയസ്സ്. സഫീദ 2 കുട്ടികൾ 9 വയസ്സ്. 9ഉം 2 വയസ്സും പാലക്കാട് നിന്നാണ്, 2ഉം ബോയ്സ് ആണ്. ലാമിയ കാലിക്കറ്റ് ആണ്, 1 ഗേൾ ആണുള്ളത്. നസ്രിയ 3 കുട്ടികളുണ്ട്. ഫുആദ 2 വയസ്സാണ്, കുട്ടിക്ക് 3 കുട്ടികൾ 9, 4. ഓക്കെ. നമുക്കപ്പോൾ ഇവിടെ ഒരു 10ന് താഴോട്ടാണ് നമുക്ക് വരുന്നതെന്ന് തോന്നുന്നു. 10, 11 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. 13, 8, 1, 5. സുഹന, ഓക്കെ. എറണാകുളം ഫൈസ, നസ്രിയ, ആയിഷ. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ എനിക്ക് നിങ്ങളെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ കിട്ടി, നിങ്ങൾക്ക് എന്നെ പറ്റി ഒരു ഐഡിയ കിട്ടിയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്കപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് മുന്നോട്ട് പോകാം. നമ്മളെല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള 2 ടേംസ് ആണിത്, ഫിസിക്കൽ അബ്യൂസ് ആൻഡ് സെക്ഷൽ അബ്യൂസ്. എല്ലാവർക്കും അറിയാലോ അല്ലെ, ഇതെന്താണ്, എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാന്നൊക്കെ ഉള്ളത് അറിയാലോ. നമ്മൾ കേട്ടിട്ടുള്ള ടേംസ് ആണ് അല്ലേ? ആണോ? അതെ, കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ടേമോ ഇമോഷണൽ അബ്യൂസ് എന്താ ഇത്? മെന്റലി ഉള്ള അബ്യൂസ് ആയിരിക്കും. മെന്റലി ഉള്ള അബ്യൂസ് ആണ്. പിന്നെ അല്ല, ഇതുവരെ ഏതാ? കുട്ടികൾക്ക് ഇങ്ങനെ ഇമോഷണൽ അബ്യൂസ് ഉണ്ട് എന്നുള്ളത് നമുക്കത്ര, എനിക്ക് വലിയ കുട്ടികളുണ്ട്, പക്ഷെ അവർ ഇമോഷണൽ ഫാക്ടർ നമ്മൾ അധികം കാര്യമാക്കാറില്ല. ഇപ്പോഴാണ് ഇപ്പൊ അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത്, കുട്ടികൾക്കും ഇങ്ങനത്തെ ഒരു ഇമോഷണൽ ഉണ്ട് എന്നുള്ളത്. അത് ശരിയാണ്. ജുനൈദ അല്ലേ ഇത് പറഞ്ഞത്? അതെ, ജുനൈദ. ഓക്കെ. ഈ പറഞ്ഞ പോലെ നമുക്ക് കുട്ടികൾക്ക് അവരും ഗോ ത്രൂ ചെയ്യുന്ന ഫീലിങ്സ് ഉണ്ട്, അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം, അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഇൻഫർമേഷൻ സത്യം പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് വളരെ വളരെ കുറവായിരുന്നു അല്ലെ. ഈ ഒരു സമയത്താണ് നമ്മൾ അതിനെപ്പറ്റി അറിയുന്നതും കൂടുതൽ അതിനെപ്പറ്റി പഠിക്കുന്നതും. ഇന്നത്തെ സെഷനും അതിന് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, കുട്ടികളെ നിഗ്ലക്ട് ചെയ്യുക, ഇമോഷണലി അബ്യൂസ് ചെയ്യുക, ഇതെല്ലാം ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. കുട്ടികളോട് അല്ലെങ്കിൽ മറ്റൊരാളോട് നമ്മൾ ശരിയായ രീതിയിലല്ലാതെ ഇടപെടുന്ന കുറച്ച് ഏരിയാസ് ആണിത്. പക്ഷെ ഇതിൽ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ് ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് ഒക്കെ. പക്ഷെ പലപ്പോഴും നമ്മൾ നിഗ്ലക്ട് ചെയ്ത് കളയുന്ന ഒരു സാധനമാണ് ഇമോഷണൽ അബ്യൂസ്, നിഗ്ലക്ട് എന്നൊക്കെ ഉള്ളത്. പലപ്പോഴും ഈ അബ്യൂസസിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഹാർഡാണ് ഡിഫൈൻ ചെയ്യാനെന്നാണ് ഇമോഷണൽ അബ്യൂസിനെ പറയുക. എന്താണ് ഇമോഷണൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യാൻ കുറച്ച് പാടുള്ളത് കാരണം കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ ഈവൻ ഇമോഷണൽ അബ്യൂസിൽ ഗോ ത്രൂ ചെയ്താൽ പോലും നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പെട്ടെന്ന് കഴിയണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇമോഷണൽ അബ്യൂസിലൂടെ കടന്നു പോകുന്ന ഒരാൾ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാനും ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഹെൽപ്പ് സീക്ക് ചെയ്യാന്നാണ് സ്റ്റഡീസ് പറയുന്നത്. കാര്യം അവർക്ക് തന്നെ അറിയില്ല ദേ ആർ ഗോയിങ് ത്രൂ ആൻ ഇമോഷണൽ അബ്യൂസ് എന്നുള്ളത്. പക്ഷെ ഈ 4 കാറ്റഗറിയും നമുക്ക് ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് കൊണ്ടുവരേണ്ട ഒന്നാണ്. അപ്പൊ നമ്മളെല്ലാവരും കുട്ടികളെ ഡീൽ ചെയ്യുന്നുണ്ട്, നമ്മളല്ലാതെ ബാക്കിയുള്ള പല ഫാമിലി മെമ്പേഴ്സും ഇപ്പൊ സ്കൂൾസ് ചെയ്യുന്ന ടീച്ചേഴ്സും ഒക്കെ നമ്മുടെ കുട്ടികളെ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഈ ഒരു ഇമോഷണൽ അബ്യൂസ്, എങ്ങനെയാണ് കുട്ടികളെ എഫക്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ റൈറ്റ് ആയിട്ട് അറിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കറക്റ്റ് ആയിട്ടൊരു ഹെൽപ്പ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഈ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഏരിയാസിൽ ഏതെങ്കിലും ഒക്കെ ചിലപ്പോൾ അഫക്റ്റഡ് ആയിരിക്കാം ബിക്കോസ് ഓഫ് ഇമോഷണൽ അബ്യൂസ്. അതായത് ഒന്ന് കുട്ടികളെ സൈക്കോളജിക്കലി ഡാമേജ് ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയറിനെ ഭയങ്കരമായിട്ട് അത് ചേഞ്ച് ചെയ്യും. ചിലപ്പോൾ അവരുടെ തിങ്കിങ് സ്കിൽസിനെയും ഓർത്ത് വെക്കാനുള്ള കഴിവിനെയും ഒക്കെ അത് അഫക്റ്റ് ചെയ്യും.
ചിലപ്പോൾ അവരുടെ മൂഡ് പണ്ടത്തിനേക്കാൾ ഒരുപാട് വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് കാണാം. അവരുടെ ഒരു ഓവറോൾ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി മാറിയതായിട്ട് കാണാം. ഈവൻ അവർക്ക് ഫിസിക്കലി പോലും പല ചേഞ്ചസും ഉണ്ടാവാം. വയറുവേദന, തലവേദന, ഭയങ്കര ഇന്റൻസ് ആയിട്ട്. ഇതൊക്കെ ഒരു ഇമോഷണൽ അബ്യൂസിന്റെ പാർട്ടായിട്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും കുട്ടികളിൽ ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അത് ഇമോഷണൽ അബ്യൂസിലൂടെ അവർ കടന്നു പോകുന്നുണ്ടോ എന്നുള്ളത്. ഇനി പലപ്പോഴും നമുക്ക് കുട്ടികളൊരു സ്ട്രെസ്സിലേക്ക് വിടുക എന്നുള്ള ഇന്റൻഷൻ നമുക്ക് കാണില്ല. ഒരിക്കലും നമ്മളെ കുട്ടികളെ സ്ട്രെസ്ഡ് ആക്കുക എന്നൊരു ഇന്റൻഷൻ നമുക്ക് ഒരു പൊടി പോലും കാണില്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മളിൽ നിന്ന് വരുന്ന നമ്മുടെ എക്സ്പ്രഷൻസും നമ്മുടെ സംസാരത്തിന്റെ ടോണും നമ്മുടെ എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ അത് ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മളും കുട്ടിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ അത് ഭയങ്കര നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അങ്ങനെ വരുന്ന സ്ഥിതിക്ക് കുട്ടികൾക്ക് അത് കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്ന് പറയുന്നത് എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ ആർക്കും വേണ്ട, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് കുട്ടികൾ അത് അവരെ തന്നെ മനസ്സിലാക്കുക. അപ്പൊ പേരൻസ് ആണെങ്കിലും തൊട്ടടുത്ത് അവരുമായിട്ട് ഇടപെടുന്നവരാണെങ്കിലും അവരിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് അവരിൽ നിന്ന് ഒരു നെഗറ്റീവ് ഇന്ററാക്ഷൻ കുട്ടികൾക്ക് കിട്ടുമ്പോൾ കുട്ടികൾ എന്താ ചെയ്യുക, ഒരു ഇമോഷണൽ അബ്യൂസിലേക്ക് കടന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിൽ നിന്ന് അവരുമായിട്ട് വരുന്ന ഡീലിങ്സിൽ കൂടുതൽ ഒരു നെഗറ്റീവ് ഇന്ററാക്ഷൻസ് ആണോ കൂടി വരുന്നത്, അതോ പോസിറ്റീവ് ഇന്ററാക്ഷൻസ് ആണോ കൂടുതലുള്ളത് എന്ന് നമ്മൾ നല്ലപോലെ ചെക്ക് ചെയ്യേണ്ട ഒന്നാണ്. നമ്മൾ പലപ്പോഴും അവരുടെ അടുത്ത് ഒരു ഭയങ്കര ഫ്രണ്ട്ലി അല്ലാത്ത രീതിയിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യുക, കുട്ടികൾ എന്തെങ്കിലും ഷെയർ ചെയ്താൽ തന്നെ അത് കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യുന്ന മാതിരി അവരുമായിട്ട് റെസ്പോണ്ട് ചെയ്യുക. നമ്മൾ പണ്ട് പോയി മക്കൾ ഭയങ്കര ചെറുതായിരുന്നപ്പോൾ നമ്മുടെ ഒരു റിയാക്ഷൻ തന്നെ ഉണ്ടാവുന്ന ഒരു വാംത്ത് ഉണ്ടല്ലോ, ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി കുറഞ്ഞു വരിക. നമ്മുടെ ക്രിറ്റിസിസംസ് ഭയങ്കര കൂടുക, എപ്പോഴും അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെയുള്ള ബിഹേവിയേഴ്സ് പേരൻസിൽ നിന്ന് വരുമ്പോൾ അതൊരു ഇമോഷണൽ അബ്യൂസ് കാറ്റഗറിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പലപ്പോഴും നമ്മളൊരു അടി വഴക്ക് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമല്ല കുട്ടികളെ അഫക്റ്റ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾ പോലും അവരെ ഒരുപാട് അവരുടെ സ്റ്റഡീസിലും അവരുടെ ഇമോഷണൽ അവരുടെ ഭാവിയിലുള്ള പല കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യാറുണ്ട്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ വിചാരിച്ചു, അയ്യോ വല്ലപ്പോഴും ഞാനൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലോ, ഞാനൊന്ന് ക്രിട്ടിസൈസ് ചെയ്താലോ അതൊരു ഇമോഷണൽ അബ്യൂസിലേക്ക് പോവോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. അങ്ങനെയല്ല. പലപ്പോഴും നമ്മൾ എന്താ പറയാ, അധികം ചിന്തിക്കാതൊക്കെ നമ്മളിൽ നിന്ന് ഓരോന്നൊക്കെ വന്നു പോകാറുണ്ട്. അങ്ങനെയുള്ളതിനല്ല നമ്മളിവിടെ പറയുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് നാള് കൂടി കണ്ടിന്യൂസ്ലി നമ്മളിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവ് അപ്രോച്ചിനെയാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോഴാണ് അതൊരു അബ്യൂസ് എന്നുള്ള കാറ്റഗറിയിൽ വരിക. നമുക്ക് ഇപ്പോ ചിലപ്പോ നമുക്ക് തോന്നുക, നമുക്കിപ്പോ 2 3 കുട്ടികളുണ്ട്, അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് നമുക്ക് നല്ല രീതിയിൽ നിൽക്കാൻ പറ്റും എക്സെപ്റ്റ് വൺ. മൂത്ത കുട്ടീനോടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രഗിൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ. ആ ഒരാളെ ആയിരിക്കും നമ്മൾ പലപ്പോഴും ഒന്ന് നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുക. ഇപ്പൊ എത്രയെങ്കിലും പല പേരൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് കൺസൾട്ടേഷൻസ് എടുക്കുമ്പോൾ അത് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഈ കാര്യം ചെറിയ ആളോട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈസിയാണ്, പക്ഷെ മൂത്ത ആളോട് ഐ എം സ്ട്രഗ്ലിങ് എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം. കാര്യം മൂത്ത ആളെ സംബന്ധിച്ച് നമുക്ക് കുറേയൊക്കെ നമ്മുടെ ആ ഒരു ടോണും രീതിയും ബിഹേവിയേഴ്സ് ഒക്കെ സെറ്റായി കഴിഞ്ഞിരിക്കും. പല രീതിയിൽ നമ്മൾ ഓൾറെഡി ബിഹേവ് ചെയ്ത് വന്ന രീതിയിൽ. അപ്പൊ അതിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് കുറച്ചൊരു വ്യത്യാസമായിരിക്കും. അപ്പൊ എന്തൊക്കെയായിരുന്നാലും കുറെ കൊല്ലങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് കുറച്ച് നാൾ ഇങ്ങനെ കേട്ട് വരുമ്പോൾ കുട്ടികൾ നമ്മളിൽ നിന്ന് കേൾക്കുന്നതിനെ ഇന്റേണലൈസ് ചെയ്യും. അവരത് പതുക്കെ ബിലീവ് ചെയ്യാൻ തുടങ്ങും. അതായത് എന്തിനും കാരണം ഞാനാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം എന്നും എന്നിൽ നിന്ന് വന്നുപോയി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളതും ഇങ്ങനൊക്കെ നമ്മളിൽ നിന്ന് കേൾക്കുന്ന പലതും അവര് ഇന്റേണലൈസ് ചെയ്യും അവരുടെ ലൈഫിൽ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഒരു നല്ലൊരു പോയം ഉണ്ട്. ഒരു പോയം, നമുക്കത് എന്താണെന്ന് നോക്കാം. ആ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: മൈ മദർ ഡസ് നോട്ട് ലവ് മീ, ഐ ഫീൽ ബാഡ്. എൻ്റെ അമ്മ എന്നെ ഇഷ്ടപ്പെടുന്നില്ല, അപ്പൊ എനിക്ക് ബാഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ഫീൽ ബാഡ് ബിക്കോസ് മൈ മദർ ഡസ് നോട്ട് ലവ് മീ. ഇങ്ങനെയാണ് ഒരു കുട്ടിയുടെ ചിന്ത സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അത് ഏത് രീതിയിൽ ഈ ഒരു തോട്ട് ഏതൊക്കെ രീതിയിൽ അത് ലീഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ പല കൺക്ലൂഷൻസിലും എത്തും.
അടുത്തൊരു ലെവലിൽ ആ കുട്ടിക്ക് തോന്നുക ഐ ആം ബാഡ് ബിക്കോസ് ഐ ഫീൽ ബാഡ്. എനിക്കൊരു ബാഡ് ഫീലിംഗ് ഉണ്ട്, പതുക്കെ ആ കുട്ടി ഇന്റേണലൈസ് ചെയ്യും ഐ ആം ബാഡ് എന്നുള്ളത്. ഇനി ഫർദർ കൺക്ലൂഷനിലേക്ക് പോവാ, ഐ ആം ബാഡ് ബിക്കോസ് മൈ മദർ ഡസ് നോട്ട് ലവ് മീ. മൈ മദർ ഡസ് നോട്ട് ലവ് മീ ബിക്കോസ് ഐ ആം ബാഡ്. അപ്പോ എന്റെ അമ്മ എന്നെ ഇഷ്ടപ്പെടുന്നില്ല, അത് കാരണം ഐ എം ഫീലിംഗ് ബാഡ് എന്ന ചിന്ത തുടങ്ങി പതുക്കെ എവിടെയാ കൺക്ലൂഷനിൽ എത്തിയത്, ഞാനൊരു ചീത്ത കുട്ടിയാണ്, അതുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലാത്തത് എന്നുള്ളൊരു തോട്ടിൽ വരെ ആ കുട്ടി എത്തിച്ചേരും. അപ്പൊ ആ ഒരു പോകുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഇനിഷ്യലി തുടങ്ങിയെടുത്തല്ല ആ ഒരു തോട്ട് പ്രോസസ്സിന്റെ കൺക്ലൂഷൻ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലിയർലി നമ്മുടെ കുട്ടികളെ ഏതൊരു അവസരത്തിലാണെങ്കിലും നമ്മളിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവ് ഇന്ററാക്ഷൻസ് ആണെങ്കിലും മറ്റുള്ളവരിൽ നിന്നാണെങ്കിലും അത് റൈറ്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കുട്ടിക്ക് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമ്മൾ പേരൻസ് ഏതൊരു സമയത്തും എക്വിപ്ഡ് ആയിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചില തരത്തിലുള്ള റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് ആണ് നമ്മൾ മുന്നേ പറഞ്ഞ ഒരു മാൽ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ, ശരിയല്ലാത്ത രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോവുക. നമ്മളിൽ നിന്ന് വരുന്ന അങ്ങനത്തെ റിയാക്ഷൻസ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഞാനൊരു പ്രശ്നക്കാരനാണ്, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ ആർക്കും വേണ്ട, എനിക്കിതൊന്നും ഇതിങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന സിഗ്നൽ. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ഏതൊക്കെ പ്രവൃത്തിയാണ് നമ്മുടെ മക്കളെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമോഷൻസിലേക്ക് തള്ളിവിടുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. അപ്പൊ അവിടെ എനിക്ക് വേണ്ടത് നിങ്ങൾ ഓരോരുത്തരും നോട്ട് ചെയ്യണം, നിങ്ങളുടെ കുട്ടി ഈ പറയുന്ന ഏതൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. റെഡിയാണോ? ഓക്കെ. അതിനോടൊപ്പം നിങ്ങളും ഇത് ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോകാം. ഓക്കെ. നമ്മുടെ ഇന്നത്തെ മെയിൻ ഫോക്കസ് കുട്ടികളാണ്. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ കുട്ടികളെ വളർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ട്രെസ് ഫ്രീ ആയിരിക്കണം അല്ലേ? അപ്പൊ നമ്മുടെ കാര്യങ്ങളും അതിന്റെ കൂടെ ശ്രദ്ധിച്ചു പോവാം. അപ്പോൾ ശരിയല്ലാത്ത രീതിയിലുള്ള ആ ഒരു ട്രീറ്റ്മെന്റ്, മാൽ ട്രീറ്റ്മെന്റിനകത്ത് വരുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ ഭയങ്കരമായിട്ട് ഷെയിം ചെയ്യുക, അവരെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് തോന്നുക എനിക്ക് ഇവിടെ ഒരു വിലയും ഇല്ല, എനിക്കൊരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള ഒരു സിഗ്നൽ നമുക്ക് കുട്ടികൾക്ക് പല രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ അത് വേർബലി തന്നെ നമ്മൾ പറഞ്ഞിട്ടായിരിക്കും, ദേഷ്യപ്പെട്ടിട്ടായിരിക്കും നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ ആക്ഷൻസിലൂടെ ആയിരിക്കും. ഇപ്പൊ വേർബലി എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടുന്ന് പോയി തരുമോ, നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ ദേഷ്യത്തിൽ പറയുന്നതായിരിക്കാം. ഇനി നമ്മൾ വരുന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടിയുടെ നേരെ ഡോറ് വലിച്ചടയ്ക്കുന്നതായിരിക്കാം. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ നാണം കെടുത്തുന്ന രീതിയിലുള്ള, ഷെയിം ചെയ്യുന്ന രീതിയിലുള്ള നമ്മളിൽ നിന്ന് വരുന്ന പ്രവർത്തികൾ കുട്ടികൾക്ക് ഭയങ്കര ഇമോഷണലി ഹേർട്ട് ചെയ്യും. രണ്ടാമത് ടെററൈസിങ്, അതായത് അവരെ പേടിപ്പിക്കുക. കുട്ടികളെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ പറഞ്ഞുകൊണ്ട് അവരെ പേടിപ്പിക്കുക. വീട്ടിൽ മൊത്തത്തിൽ ഒരു ഫിയറിന്റെ ഒരു ക്ലൈമറ്റ് കൊണ്ടുവരിക. കുട്ടികളെ ഡയറക്റ്റ്ലി നമ്മൾ പേടിപ്പിക്കുന്നതാണെങ്കിലും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളെ അല്ലെങ്കിൽ പെറ്റിന്, ഇഷ്ടമുള്ള പെറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതിനെ പേടിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ പറയുന്ന ഒരു ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവരുടെ ഫേവറേറ്റ് ടോയ് നമ്മൾ നശിപ്പിക്കുക, അവരുടെ പെറ്റിനെ ഡാമേജ് ചെയ്യുന്ന രീതിയിലൊക്കെ ഓരോന്ന് കാണിക്കുക. ഇനി അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള അമ്മേനെയോ അച്ഛനെയോ പേടിപ്പിക്കുക, അടിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികൾക്കുള്ളിൽ ഭയങ്കരമായിട്ടൊരു ഫിയർ ക്രിയേറ്റ് ആവും. അത് അവരുടെ ഇമോഷണൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. ഇനി വേറെ രീതിയിലുള്ള ടെററൈസിങ്ങും ഈ ഒരു കാറ്റഗറിയിൽ, അതായത് കുട്ടികളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുക, ഞാൻ ഇനി നിനക്ക് ഭക്ഷണം തരില്ല എന്ന് പറയുക, നീ വിശന്ന് മരിക്കും എന്ന് പറയുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പേടിപ്പെടുത്തലും ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരും. ഇനി വളരെ ചെറിയ രീതിയിലുള്ള പേടിപ്പെടുത്തലുകൾ, അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഒന്നിൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇത്. ഒരാൾ ഭയങ്കര അടക്കത്തോടെ ഒതുക്കത്തോടെ ഇരിക്കുന്ന സമയത്ത് മറ്റൊരാൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യാം. അപ്പോ മദർ ഒരു തവണ വാൺ ചെയ്തു, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. രണ്ടാം തവണ വാൺ ചെയ്തു, വീണ്ടും ഡിസ്റ്റർബ് ചെയ്യുക, മൂന്നാം തവണ പറഞ്ഞിട്ടും ഡിസ്റ്റർബ് ചെയ്യുക. അങ്ങനെയൊക്കെ ആവുമ്പോൾ അവസാനം ദേഷ്യത്തിൽ മദർ പറയാണ്, ഇനി ഒരു തവണയും കൂടെ നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് നല്ല തരും എന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ പറഞ്ഞതിനൊരു ഗുണം ഉണ്ടായില്ല, വീണ്ടും കുട്ടി കാണിക്കാൻ തുടങ്ങി.
അപ്പൊ എങ്ങനെയാ കുട്ടി റിയാക്ട്, പേരന്റ് പിന്നെ എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമ്മളെല്ലാരും പേരൻസ് ആണ്. അപ്പോ ഈ ഒരു ത്രെറ്റനിങ് ഉണ്ടല്ലോ, നീ ഇനി ഒരു തവണയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് നല്ലത് തരും എന്ന് പറയുന്ന ആ ഒരു പേടിപ്പെടുത്തൽ, ആ നമ്മുടെ ഈ ഒരു ഭാഷ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് കുട്ടിയെ ഹേർട്ട് ചെയ്യും എന്നുള്ളതിന് നമുക്ക് ഡൗട്ടൊന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മളിപ്പോ ഒരാൾ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഫീലിങ്സ് പോലെ ഉള്ളൂ കുട്ടിക്കും തോന്നുന്നത്, ചിലപ്പോൾ അതിനേക്കാളും വേഴ്സ് ആയിട്ടായിരിക്കും അവർക്ക് തോന്നുന്നത്. എന്തൊക്കെയായിരിക്കാം കുട്ടിയില് കുട്ടിക്ക് എന്തൊക്കെ സിഗ്നൽ ആയിരിക്കാം നമ്മൾ പാസ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഒന്ന് ത്രെറ്റൻ ചെയ്യുമ്പോൾ? എന്തൊക്കെയായിരിക്കും കുട്ടി മനസ്സിലാക്കുക അല്ലെങ്കിൽ പഠിക്കുക? ഒരു തവണയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് നല്ല തരും എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ സിഗ്നൽ നമ്മൾ കുട്ടിക്ക് കൊടുക്കണേ? എക്സ്ക്യൂസ് മീ, ഉം. ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടോ? റെക്കോർഡിംഗ് ആക്ച്വലി എനിക്കിത് കേൾക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേറെ കുറച്ച് വർക്ക് ഉണ്ടേ, അതുകൊണ്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ചിത്ര. ഓക്കെ, ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ ഏറ്റവും ഞാനുണ്ട്, പക്ഷെ ഓക്കെ, ഓക്കെ ശരി. ഏറ്റവും നല്ലത് ഇവിടെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നതാണ്. കാര്യം ഇടയ്ക്ക് വരുന്ന ഡൗട്ട്സും ഒക്കെ ഇതിനിടയ്ക്ക് ക്ലിയർ ചെയ്ത് പോകാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഇങ്ങനെ കുട്ടികളെ ത്രെട്ടൺ ചെയ്യുമ്പോൾ ഇനി ഒരു വട്ടം കൂടെ നീ ചെയ്താല് ഞാൻ നിനക്ക് നല്ലത് തരും എന്നൊക്കെ പറഞ്ഞ് ത്രെട്ടൺ ചെയ്യുമ്പോൾ എന്തൊക്കെയാ കുട്ടികൾക്ക് എന്തൊക്കെയാ ഒരു നെഗറ്റീവായിട്ട് അവരെ അഫക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാ അവർ മനസ്സിലാക്കുന്നത് അതിൽ നിന്ന്? കുട്ടിക്ക് വൈരാഗ്യം കൂടും. അതെ, നമ്മളടുത്ത് ഒരാൾ ചലഞ്ച് ചെയ്താൽ നമുക്ക് അവരോടുള്ള വൈരാഗ്യം കൂടുക അല്ലെ? അപ്പൊ അതുപോലെയാണ് കുട്ടികൾക്ക് വൈരാഗ്യം കൂടും. പിന്നെ എന്തൊക്കെയാ? അത് ചെയ്യണം തോന്നും. നമ്മൾ ചലഞ്ച് ചെയ്യുന്ന കാര്യം എന്നാ പിന്നെ അതൊന്ന് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ തോന്നും. പിന്നെ ഇതൊക്കെയാണ് അതിന്റെ ഒരു ആകത്തുകയായിട്ട് വരുന്നത്. അവരുടെ ഒരു ഈഗോനെ, അവരുടെ ഒരു അഭിമാനത്തിന് ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ത്രെട്ടനിങ് പോകുന്നത് അല്ലെ? അപ്പൊ തന്നെ അവർക്ക് അതിനെ ചലഞ്ച് ചെയ്യാനും അതിനൊരു റിവെഞ്ച് എടുക്കാനൊക്കെ ഉള്ളൊരു ടെൻഡൻസിയാണ് കൂടുക. അതിനോടൊപ്പം തന്നെ അവരുടെ ഒരു സെൽഫ് എസ്റ്റീം, അവരുടെ ഒരു വിലയെ ഭയങ്കരമായിട്ട്, സെൽഫ് എസ്റ്റീമിന് നല്ലപോലെ അഫക്റ്റഡ് ആവുകയും അവരുടെ കോൺഫിഡൻസ് ലെവൽ താഴും. ഒന്നിയിൽ അവർ ഭയങ്കര റെബല്യസ് ആയിട്ട് വരും, ഇതിനൊക്കെ എതിരെ എനിക്ക് ഇതാക്കണം, എനിക്ക് എന്താണ് ചെയ്യണം എന്നുള്ളൊരു റെബൽ നേച്ചറായിരിക്കും അവരിൽ നിന്ന് വരിക. എന്നാൽ ചില കുട്ടികൾ ഭയങ്കര സബ്മിസീവ് ആയിട്ട് പോവുകയും ചെയ്യും. ആരോടൊരു ആവശ്യം ഉണ്ടെങ്കിൽ പോലും ഒന്ന് എതിർത്ത് സംസാരിക്കാനൊരു സ്ട്രെങ്ത് കിട്ടാത്ത രീതിയിലുള്ള ഒരു സബ്മിസീവ് നേച്ചറായി പോകും. അപ്പൊ ഇങ്ങനെ പല രീതിയിലാണ് നമ്മുടെ ഓരോ ത്രെട്ടനിങ്, ഒരു ചെറിയ രീതിയിലുള്ള ത്രെട്ടനിങ് പോലും കുട്ടികളെ എഫക്ട് ചെയ്യാം. അടുത്ത മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളെ ഐസൊലേറ്റ് ചെയ്യുക, അതായത് ഒറ്റയ്ക്കാക്കുക. അവരെ ചിലപ്പോ ഫ്രണ്ട്സിനോടൊന്നും കൂടാതെ വീട്ടിനകത്ത് വെച്ചിരിക്കുന്നതായിരിക്കാം, വേറെ സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഫാമിലി മെമ്പേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇനി നിങ്ങൾ ഇപ്പൊ കുട്ടി എന്തെങ്കിലും കാണിച്ചതിന്റെ പേരിൽ കുട്ടീനെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ ആ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യുന്നതാണ്. മറ്റുള്ളവരോട് ഇനി ഇവനോട് മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് കുട്ടീനെ ഐസൊലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. കുട്ടീനെ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഡോർ അടയ്ക്കുക, ഇതൊക്കെ കുട്ടിയെ ഐസൊലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. ഇതും അവരുടെ ഇമോഷണൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അടുത്ത നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കുട്ടികളിൽ കറപ്ഷൻ കൊണ്ടുവരിക. അത് നമ്മളത് ചെയ്യുന്നു തോന്നുന്നില്ല, പക്ഷെ ഇമോഷണൽ അബ്യൂസിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരെണ്ണമാണ്. നമ്മളത് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം, കുട്ടികൾ ഇന്ററാക്ട് ചെയ്യുന്ന മറ്റ് വ്യക്തികൾ അവരെ ഇതിലേക്ക് നയിക്കുന്നില്ല എന്നുള്ളത്. അതായത് കുട്ടികളിൽ ഒരു ആന്റി സോഷ്യൽ ബിഹേവിയർ കൊണ്ടുവരാൻ ശ്രമിക്കുക. കുട്ടികളെ കൊണ്ട് സ്റ്റീൽ ചെയ്യിക്കുക, മോഷ്ടിപ്പിക്കുക, പിന്നെ അവരെ പ്രോംപ്റ്റ് ചെയ്തിട്ട് മുതിർന്നവരോടോ ചെറിയ മക്കളോടോ ഒക്കെ ഭയങ്കര അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യാനായിട്ട് അവരെ പ്രോംപ്റ്റ് ചെയ്യുക. മറ്റൊരാളുടെ സാധനം മറ്റൊരാളുടെ വീട്ടിൽ അവരില്ലാത്ത സമയത്ത് കയറാൻ പ്രേരിപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള സോഷ്യലി ഒരു ആന്റി സോഷ്യൽ ബിഹേവിയേഴ്സ് കുട്ടികളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് ഇതും കുട്ടികളുടെ ഇമോഷണൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അടുത്ത അഞ്ചാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് ഇമോഷണലി അൺഅവൈലബിൾ ആവുക. കുട്ടികൾ ഓരോ ഇമോഷൻസിലൂടെ ഗോ ത്രൂ ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇഗ്നോർ ചെയ്യുക എന്നൊക്കെ വരുന്ന ഒരു കാറ്റഗറി. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെറുതിലെ കുട്ടികൾ കരയുമ്പോൾ കുട്ടികളെ മൈൻഡ് ചെയ്യണ്ടെന്ന് പറയും, കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാൻ പറയും.
അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അവരുടെ ഇമോഷൻസിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവർ ആ കരച്ചിൽ പുറത്തോട്ട് കൊണ്ടുവരുന്നത്. ആ സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർക്കുള്ളിലുള്ള ആ ഒരു സ്ട്രെസ് കൂടുക ചെയ്യുക. പിന്നെ അവർക്കൊരു ഇമോഷണലി അവരൊരു ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വിഷമത്തിലൂടെ പോകുമ്പോൾ നമ്മളിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു സ്നേഹം, ഒരു അഫെക്ഷൻ നമുക്ക് കാണിക്കാതിരുന്നു കഴിഞ്ഞാലും എന്താ അവരുടെ ഇമോഷൻസിനെ നമ്മൾ റൈറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നില്ല എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ചിലപ്പോൾ കുട്ടികളുടെ അടുത്തുണ്ടായിരിക്കും, പക്ഷേ വി ആർ നോട്ട് അവൈലബിൾ ടു ദം ഇമോഷണലി. അതാണ് ഈ പറയുന്ന സിറ്റുവേഷൻ. ആ ഒരു സ്നേഹം കാണിക്കുന്നതിൽ കുറയുന്നു. കുട്ടികളൊരു സ്ട്രെസ്ഡ് ആയി നിൽക്കുന്ന സിറ്റുവേഷൻ നമുക്കവർക്ക് സ്ട്രെസ് കൂട്ടിക്കൊടുക്കുക ചെയ്യാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടി ഓടി വന്ന് പറയുകയാണ്, എനിക്ക് ഗ്രാൻഡ് മദറിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ കുട്ടി നിൽക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മദർ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദറിനെ ഈ കുട്ടി ഇഷ്ടപ്പെടണം എന്നൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആയിട്ട് കാണുന്ന ഒരു മാത്രമാണ് ഈ കുട്ടിക്കുള്ളത്. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഇവര് കുട്ടീനെ വഴക്ക് പറയുന്നു. നീ അങ്ങനെ പറയാൻ പാടില്ല, എങ്ങനെയാ അമ്മനെ ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റുക, എന്തൊക്കെയാ അമ്മ നിനക്ക് ചെയ്തു തന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നു. പക്ഷെ എന്നിട്ടും കുട്ടി ഒന്നും കേൾക്കുന്നില്ല, ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് പറയാ ഗ്രാൻഡ് മദറിനെ പറ്റി. അപ്പോഴേക്ക് ഇവര് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഈ കുട്ടിയുടെ അമ്മ കുട്ടീനെ അടിച്ചിട്ട് ഇവർക്ക് കൺട്രോൾ കിട്ടുന്നില്ല. അങ്ങനെ അടിച്ചിട്ട് പറയാ, നീ തിരിച്ച് പറയുന്നവരെ ഞാൻ നിന്നെ അടിക്കും എന്ന് പറഞ്ഞിട്ട് നല്ല അടിക്കുക. അവസാനം കുറെ അടി കൊണ്ട് കഴിയുമ്പോഴേക്കും കുട്ടി പറയാണ്, എനിക്ക് ഗ്രാൻഡ് മദറിനെ ഇഷ്ടമാണ്, അടി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കുട്ടി റിക്വസ്റ്റ് ചെയ്യും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും കുട്ടിക്ക് ഗ്രാൻഡ് മദറിനെ ഇഷ്ടപ്പെട്ടോ? എന്താ നിങ്ങക്ക് തോന്നണേ? ഇല്ല, കൂടുതൽ ദേഷ്യം വരെയില്ല. അതെ, കൂടുതൽ ദേഷ്യം കൂടുന്നെങ്കിലേ ഉള്ളൂ അല്ലെ. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരാളടുത്തൊരു ദേഷ്യം നമുക്ക് തോന്നുന്ന സിറ്റുവേഷനിൽ ഒരാൾ എത്ര നിർബന്ധിച്ച് നമ്മളെ ദേഷ്യപ്പെട്ട് നമ്മളെ ഇഷ്ടപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇത് കൂടത്തേ ഉള്ളൂ, സ്ട്രെസ് കൂടത്തേ ഉള്ളൂ. അപ്പൊ കുട്ടിക്ക് അവിടെ മനസ്സിൽ നമ്മള് കുട്ടീനെ ഫോഴ്സ് ചെയ്ത് ഒരു കാര്യം ചെയ്യിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കുട്ടിയുടെ ദേഷ്യം കൂടുക, കുട്ടി കൂടുതൽ ഹേർട്ട് ആവുക ചെയ്യുക. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുന്നില്ല, അത് കാരണം ഹേർട്ട് കൂടുക ചെയ്യുക. പിന്നെ വേറെ കാര്യങ്ങൾ കുട്ടി പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് അമ്മേനോട് പറയാൻ പറ്റില്ല, ഐ ഷുഡൻറ്റ് ഓപ്പൺ അപ്പ് ടു ഹെർ എന്നുള്ളതും. ചിലപ്പോൾ എനിക്ക് കള്ളം പറഞ്ഞാലായിരിക്കും അമ്മേനെ ഹാപ്പി ആക്കാൻ പറ്റുക, എനിക്ക് അടി കിട്ടാതിരിക്കുക എന്നുള്ളതും. നമുക്കിഷ്ടമില്ലാത്തൊരു സിറ്റുവേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെ ദേഷ്യം കാണിച്ചിട്ടാണ് ഞാൻ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഈ കുട്ടി പഠിക്കുന്നത്. അപ്പോൾ നമ്മളോട് ആ കുട്ടിക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റില്ല, അമ്മേനോട് എനിക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ ഒരു തോട്ട് കുട്ടിയിൽ വന്നാൽ തന്നെ അതൊരു ഭയങ്കര നെഗറ്റീവാണ്. കാര്യം ആ ഒരു അഫെക്ഷൻ കുട്ടികൾ വേറെ ആൾക്കാരിൽ നിന്ന് സീക്ക് ചെയ്യാൻ തുടങ്ങും. എനിക്ക് എൻ്റെ മനസ്സ് ഞാൻ എങ്ങനെയാണോ അതേപടി എനിക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരാൻ ആരെടുത്താ പറ്റുക എന്നുള്ളതായിരിക്കും ആ കുട്ടിയുടെ പിന്നെയുള്ള സെർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും കുട്ടിയായിട്ടുള്ള ഒരു റിലേഷനും ഭയങ്കര നെഗറ്റീവായിട്ട് അവിടെ അഫക്റ്റഡ് ആവും. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ആവശ്യമുള്ള സമയത്ത് അവരുടെ മെന്റൽ ഹെൽത്തിനെ അറ്റൻഡ് ചെയ്യാതിരിക്കുക, മെഡിക്കൽ സപ്പോർട്ട് വേണ്ടുന്ന സമയത്ത് അത് കൊടുക്കാതിരിക്കുക, റൈറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാതിരിക്കുക എന്നൊക്കെ ഉള്ളതും കുട്ടികളൊരു ഇമോഷണലി കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ 6 കാര്യങ്ങളാണ്. 1, കുട്ടികളെ ഷെയിം ചെയ്യുക. 2, പേടിപ്പിക്കുക, ടെററൈസ് ചെയ്യുക. 3, കുട്ടികളെ ഒറ്റയ്ക്കാക്കുക, ഐസൊലേറ്റ് ചെയ്യുക. 4, കുട്ടികളിൽ ആന്റി സോഷ്യൽ ബിഹേവിയേഴ്സ് കൊണ്ടുവരിക. 5, കുട്ടികളുടെ ഇമോഷൻസിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുക, ഇമോഷണലി അവൈലബിൾ അല്ലാതിരിക്കുക. 6, കുട്ടികൾക്ക് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന രീതിയിലുള്ള മെന്റൽ ഹെൽത്ത് സപ്പോർട്ടും ഫിസിക്കൽ ഹെൽത്ത് സപ്പോർട്ടും എഡ്യൂക്കേഷന്റെ സപ്പോർട്ടും കൊടുക്കാതിരിക്കുക. ഇത്രയും കാറ്റഗറീസ് ആണ് നമ്മൾ ആസ് പേരൻസ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത്, ഇത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാ അതിന്റെ ഒരു റിസൾട്ട് എന്നുള്ളതാണ്. കുട്ടികൾ ഇമോഷണലി അബ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് അവരെ തന്നെ നെഗറ്റീവായി കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് അവരിൽ ഉണ്ടാവില്ല. ഇതിങ്ങനെ പറ്റിപ്പോയി, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഹെൽപ്ലെസ് ഫീലിംഗ് അവർക്ക് ഉണ്ടാവുക. അത് കാരണം അവരെ ചേഞ്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയോ ഒന്നുമില്ല, അവരങ്ങ് വിട്ടുകളയുക ചെയ്യുക. പെട്ടെന്ന് തോൽവി സമ്മതിക്കും. അവർ ഹെൽപ്ലെസ് ആണെന്നുള്ള തോന്നലായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. കൂടാതെ തന്നെ
ഇതിനെ അവർക്ക് ഭാവിയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ബാക്കിയുള്ളവരുമായിട്ട് ഫോം ചെയ്യാനൊക്കെ ഉള്ള ഒരു ഡിഫിക്കൽട്ടി ഇതിന്റെ പാർട്ടായിട്ടുണ്ടായിരിക്കും. അവരിൽ അഗ്രഷൻ ഭയങ്കര കൂടും, ഒരുപാട് വാശി, ദേഷ്യം ഒക്കെ കൂടും. കൂടാതെ ഭാവിയിൽ ഡിപ്രഷനും ഒക്കെ അഫക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇതല്ല വേണ്ടുന്നത്. കുട്ടികൾക്ക് നമ്മളിൽ നിന്ന് വേണ്ടുന്നത് ഒരു ഫിസിക്കൽ അഫെക്ഷൻ ആണെങ്കിലും ഒരു ഇമോഷണൽ ലെവലിലാണെങ്കിലും ഒരു ക്ലോസ്നെസ് ആണ് വേണ്ടത്. കുട്ടികൾക്കൊരു കോൺഫിഡൻസും ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു വാംത്തും നമുക്ക് പാസ് ചെയ്യാൻ പറ്റണം കുട്ടികൾക്ക്. അടുത്ത നമുക്ക് ഈ ഒരു കുട്ടിയുടെ കാര്യം കേൾക്കാം. ഈ കുട്ടിയുടെ പേരാണ് ക്രിസ്. ഈ കുട്ടീനെ കാണുമ്പോ എന്താ തോന്നണേ? ഫസ്റ്റ് ഇംപ്രഷൻ എന്താ കിട്ടണേ? ഒരു വഴക്കാളിയാന്ന് തോന്നുന്നു. ദേഷ്യം പിടിച്ചിരിക്കുന്നതാണ്. ഒരു വഴക്കാളി, ഒരു ദേഷ്യക്കാരനാണ് നമുക്ക് മുമ്പിലുള്ളത് അല്ലെ. അപ്പൊ ഈ കുട്ടിയുടെ കഥയൊന്ന് നമുക്ക് കേൾക്കാം. അപ്പൊ ക്രിസ് എന്ന് പറയുന്നത് ഒരു എൽഡർ ബ്രദർ ആണ്. ഇപ്പൊ റീസെന്റ് ആണ് ക്രിസിന് ഒരു ചെറിയ സിസ്റ്ററിനെ കിട്ടിയത്. പക്ഷെ സിസ്റ്ററിനെ കിട്ടിക്കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ക്രിസിന്റെ ബിഹേവിയർ ഒരുപാട് ചേഞ്ച് ആയി. ഒന്ന് മ്യൂട്ട് ചെയ്യാവോ അൻസി? ഓക്കെ. അപ്പൊ സിസ്റ്ററിനെ കിട്ടിക്കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആ ബിഹേവിയർ അങ്ങ് ചേഞ്ച് ആയി ക്രിസിന്റെ. ആ ഒരു ക്രിസിനെ നിങ്ങൾ കാണുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ ക്രിസ് വേഗം സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാം. തീരെ എന്താ പറയാ, ഒരു മയത്തിലല്ലാതെ സംസാരിക്കുക, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ബിഹേവ് ചെയ്യുക. എന്നിട്ട് ഓരോ ദിവസവും ക്രിസിന്റെ ബിഹേവിയർ ഭയങ്കരമായിട്ട് മോശമായി വരിക. അപ്പൊ അത് കാരണം പേരൻസിന് ഒന്ന് ഭയങ്കര നാണക്കേടുണ്ടായി. അതായത് ആര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നോട്ട് ചെയ്യുന്ന മോനെയാ. മോൻ ഭയങ്കര ഇറിറ്റേറ്റിങ്ങും ഡാമേജിങ് ബിഹേവിയറും ആയത് കാരണം എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് കാരണം ഇവർക്ക് ഭയങ്കര നാണക്കേടുണ്ടായി. അപ്പോൾ അവരതിനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കുന്നത് ക്രിസിനോട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ നിന്ന് നോക്കി. അപ്പൊ കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. ആദ്യം ഒന്ന് സ്ട്രിക്റ്റ് ആയപ്പോഴേക്കും അവൻ കുറച്ചൊക്കെ ഒന്ന് മര്യാദ വരുന്ന പോലെ തോന്നി. പക്ഷെ എന്നാ വീണ്ടും കൈവിട്ട് പോയി. അപ്പൊ ഇവര് സ്ട്രിക്ട്നെസ് കൂട്ടി. ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇതിനൊക്കെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട്. ക്രിസ് ഇങ്ങനെ ബിഹേവ് ചെയ്ത് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്തത് വേറൊരു പോയിന്റിൽ നിന്നാണ്. അപ്പൊ ഈ സ്റ്റോറി ശരിക്കും ബിഗിൻ ചെയ്യുന്നത് അവിടെ നിന്നാണ്. അതായത് പുതിയ വാവ ഉണ്ടായപ്പോൾ പേരൻസ് കംപ്ലീറ്റ്ലി പുതിയ വാവയിൽ ഓക്കുപ്പൈഡ് ആയി. ഡെഫിനറ്റ്ലി ഒരു വാവ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹോൾ ശ്രദ്ധയൊക്കെ അവരിലായിരിക്കുമല്ലോ പോവുക. അപ്പൊ നാച്ചുറലി ക്രിസിന് തോന്നി ഇപ്പൊ എന്നെ അവർക്ക് വേണ്ട, അവർ എന്നിൽ നിന്ന് അങ്ങ് ദൂരെ പോകുന്ന പോലൊക്കെ ഒരു ഫീലിംഗ് ഈ ക്രിസിന് തോന്നി. ക്രിസിന് എല്ലാവരും നിഗ്ലക്ട് ചെയ്യാണെന്ന് തോന്നി. കൂടാതെ തന്നെ മറ്റു ഫാമിലി മെമ്പേഴ്സ് കമന്റ് ചെയ്തു, ഇനി നിന്നെ ആർക്കും വേണ്ട, നിന്റെ അമ്മയ്ക്കും അച്ഛനും അടുത്ത് വാവനെ കിട്ടി, ഇനി നിന്നെ ആർക്കും വേണ്ട. അപ്പൊ അതൊക്കെ ക്രിസിന്റെ ഉള്ളിൽ ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു മുറിവാണ് ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ക്രിസ് എന്ത് സ്റ്റാർട്ട് ചെയ്തു? സാധനങ്ങൾ ഡാമേജ് ചെയ്യാൻ തുടങ്ങി, ഓരോ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൻ ബാക്കിയുള്ളവരുടെ അറ്റൻഷൻ പിടിച്ചടക്കാനായിട്ട് ശ്രമിച്ചു. ഇതാണ് സ്റ്റാർട്ടിങ്. പറയൂ. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാ മാം. അതെ. അപ്പോ ഇതിനൊക്കെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. ഈ ചെറിയ ബേബി ഉണ്ടാകുമ്പോ ബേബിക്ക് ഒരുപാട് പ്രസന്റ് എല്ലാം കൊണ്ടു കൊടുക്കും എല്ലാരും. അപ്പൊ അത് ഈ കുട്ടികളെ വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അനുഭവിച്ച ഒരാളാണ്. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ 4 മക്കളും അടുത്തടുത്താണ്. ഒരാൾ തമ്മിൽ 1.5 വയസ്സിന്റെ വ്യത്യാസം, അടുത്ത ആൾ അതിൽ നിന്നും ചെറുതാണ്. ഡിഫറൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് രണ്ടാമതും മൂന്നാമതും ഒക്കെ കുട്ടികളുണ്ടായപ്പോൾ നമ്മൾ ഓരോരുത്തരെ അറിയിക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ പോകുന്നവരൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ ഒന്നും കൊണ്ടുവരണ്ട, ഒന്നും കൊണ്ടുവരണം എന്നില്ല, പക്ഷെ കൊണ്ടുവരുന്നെങ്കിൽ 2 പേർക്കും കൂടെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോ എന്റെ ഹസ്ബൻഡ് അത് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഹസ്ബൻഡ് പറയുമ്പോൾ. പക്ഷെ എന്നാൽ നല്ലൊരു സ്റ്റെപ്പായിരുന്നു അന്നേരം എടുത്തതെന്ന് തോന്നുന്നു. കാര്യം ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നാണല്ലോ അവർ തമ്മിൽ അടുത്ത് വരുന്ന ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ഒരു നെഗറ്റീവ് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ കുറച്ച് പാടാണ്. അപ്പം ക്രിസിനും അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പലപ്പോഴും കുട്ടികളുടെ ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു നേച്ചർ വെച്ചിട്ട് ഈ പേരൻസ് ഡീൽ ചെയ്ത് എന്താ, അവർ കൂടുതൽ സ്ട്രിക്റ്റ് ആയി അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ സ്ട്രിക്റ്റ് ആയാൽ നമുക്ക് ക്രിസിന്റെ ബിഹേവിയർ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ?
എന്താ തോന്നണേ? പറ്റോ? പറ്റും തോന്നുന്നുണ്ടോ? ഇല്ല. പറ്റില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. ഓക്കെ. അപ്പൊ പേരൻസ് കൂടുതൽ സ്ട്രിക്റ്റ് ആവുമ്പോ ക്രിസ് അതിനും അപ്പുറം ഡിമാൻഡിങ് ആവാണ് ചെയ്യുക. കുട്ടികൾ ഒരുപാട് ഡിമാൻഡിങ് ആയി കൂടുതൽ കാര്യങ്ങൾ നശിപ്പിക്കുക, ഒന്നും പറഞ്ഞാൽ കേൾക്കാതിരിക്കുക. പിന്നെ ഈ സ്ട്രിക്ട്നെസ് എന്ന് പറയുന്നത് അത് അടുത്ത് വഴക്കിൽ നിന്ന് മാറി അടിയാവും. അപ്പോഴും ഇതുപോലെ സ്ട്രിക്ട്നെസ് തുടങ്ങിയ സമയത്ത് ഒരു ചെറിയൊരു ചേഞ്ച് കണ്ടു നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ ചിലപ്പോൾ അടി തുടങ്ങുമ്പോൾ ഒരു ചേഞ്ച് കാണും. പക്ഷെ പിന്നെ അതിനും അവർ ഇമ്മ്യൂൺ ആയിട്ടാ വരിക, നമ്മളിൽ നിന്ന് വരുന്ന ഈ ഒരു റിയാക്ഷൻസിനൊക്കെ. അപ്പോ ഈ ഒരു രീതിയിലല്ല നമ്മള് കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടത്. കാര്യം എപ്പോഴായാലും ഇപ്പൊ വഴക്ക്, അടി, അതിനൊക്കെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. അതിനപ്പുറം അവർ പോയി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ പിന്നെ എന്താ പറയാ, ആയുധങ്ങളൊന്നും ഇല്ലാത്ത മാതിരി ആയിപ്പോ. അപ്പൊ ഇമോഷണലി ഒരു റിജക്റ്റഡ് ആവുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം ഇപ്പൊ നമുക്ക് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ പല പേരൻസും പറയുന്നതാണ്, ഞാൻ എന്തൊക്കെ അവനോട് കാണിച്ചു കഴിഞ്ഞാലും അവൻ പിന്നെ എൻ്റെ അടുത്ത് വരും. നമ്മൾ പലരും അത് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പോൾ നമ്മൾ കുട്ടീനെ റിജക്റ്റ് ചെയ്താലും തുടക്കത്തിൽ നമ്മൾ കാണുന്ന ഒരു ബിഹേവിയർ ആണ്, കുട്ടി വീണ്ടും വീണ്ടും നമ്മളടുത്ത് വരും. അവർ വീണ്ടും അവർക്ക് അറ്റൻഷൻ വേണം, നമ്മുടെ ഫിസിക്കൽ കോണ്ടാക്ട് വേണം, നമ്മുടെ ഇമോഷണൽ സപ്പോർട്ട് വേണം. അപ്പോൾ ആ ഒരു നീഡ് അവരിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എത്ര അവരെ റിജക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് തോന്നും അവർ വീണ്ടും വീണ്ടും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാണെന്ന് തോന്നും. പക്ഷേ ഈ ഒരു ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് നാളെ ഉണ്ടായിരിക്കുള്ളൂ. ഒരു പോയിന്റ് വരെ അവർ നമ്മളെ ഡിപ്പെൻഡൻസ് കൂടി വരും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് കംപ്ലീറ്റ്ലി അവര് ഡിറ്റാച്ച്ഡ് ആവും. ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ ഇപ്പൊ ആദ്യം നമ്മളിപ്പോ എത്ര വഴക്ക് പറഞ്ഞാലും തിരിച്ചു വന്നുകൊണ്ടിരുന്ന കുട്ടി പിന്നെ നമ്മൾ വഴക്ക് പറഞ്ഞാൽ മൈൻഡ് ചെയ്യത്തു പോലും ഇല്ല. നമ്മളിലുള്ള ഒരു ഡിപ്പെൻഡൻസ് അവർ കംപ്ലീറ്റ്ലി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു രീതിയിലേക്കാണ് ഈ ഒരു നമ്മൾ എന്താ പറയാ വഴക്ക് പറഞ്ഞ് നമ്മൾ കുട്ടികളെ ശരിയാക്കുമ്പോഴോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുമ്പോഴോ സംഭവിക്കുന്നത്. അപ്പോ ഈ ചിലർ പറയും ഇപ്പൊ ഞാൻ എത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും അവർ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ്, അവനെല്ലാം അവന്റെ കാര്യം സ്വന്തമായിട്ട് ചെയ്തോളും, ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അവര് ഇമോഷണലി ഹാപ്പി ആയിട്ട് നല്ല സന്തോഷത്തോടെയാണോ അവർ ഇൻഡിപെൻഡന്റ് ആവുന്നത്, അതല്ല അവർക്കുള്ളിൽ എന്താ അൺമെറ്റ് നീഡ്സ് ഉണ്ട്, നമ്മളിൽ നിന്ന് സ്നേഹം കിട്ടാതെ അവർ ഇൻഡിപെൻഡന്റ് ആവുന്നു എന്നുള്ളത്, അതാണ് ഈ രണ്ടും തമ്മിലുള്ള എന്താ പറയാ ഒരു ഡിസ്റ്റിങ്വിഷിങ് ഫാക്ടർ. ഇപ്പൊ രണ്ടാമത്തെ രീതിയിൽ, അതായത് അവർക്ക് ഒരു വേണ്ടുന്ന അറ്റൻഷൻ കിട്ടാതെ നമ്മളിൽ നിന്നുള്ളൊരു സപ്പോർട്ട് കിട്ടാതെ അവർ ഇൻഡിപെൻഡന്റ് ആവുകയാണെങ്കിൽ അതിനെ ഒരു നെഗറ്റീവ് ഇൻഡിപെൻഡൻസ് എന്നാണ് പറയുക. ആ ഒരു നെഗറ്റീവ് ഇൻഡിപെൻഡൻസ് ഉള്ളിൽ വന്ന ഏതൊരു ഫേസിലും കുട്ടികൾക്ക് ആ ഒരു ഇമോഷണൽ ഹേർട്ട് എന്ന് പറയുന്നത് വലുതായി കഴിഞ്ഞാലും ഒക്കെ അവരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാര്യം അവർ ഇമോഷണലി നമ്മളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്നതോടു കൂടി തന്നെ അവർക്ക് വലുതായി കഴിയുമ്പോഴും ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവരെന്നെ വിട്ടിട്ട് പോവോ, ഇവരെനിക്ക് സപ്പോർട്ട് ചെയ്യുവോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു തോന്നലും ഫിയറും ഒക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ. ഇനി എന്നെ ഒരാളും കൂടെ എനിക്കൊരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ എന്നെ റിജക്ട് ചെയ്തിട്ട് പോവോ എന്നുള്ള പേടി കാരണം അവരൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനൊക്കെ പേടിക്കുന്നവരായിരിക്കും. ഇപ്പൊ നമുക്ക് തന്നെ അറിയായിരിക്കും, പലരും പാർട്ട്നേഴ്സിനെ പറ്റി പറയും അധികം അങ്ങനെ സ്നേഹം കാണിക്കില്ല എന്നൊക്കെ. അപ്പൊ അതൊക്കെ അവര് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഞാൻ ഓവർ സ്നേഹം കാണിച്ചു കഴിഞ്ഞാല് ഞാൻ ഒരു സമയത്ത് ബാക്കൗട്ട് അടിക്കേണ്ടി വരും എന്നുള്ള ഒരു പേടി അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് വരിക, അങ്ങനെയൊക്കെ ഒരുപാട് ചേഞ്ചസ് അവരിൽ ഉണ്ടായിരിക്കും. ഇനി അവർ വലുതാവുന്ന സമയത്തും അവരൊരു ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരിക്കും, ഉള്ളിലൊരു സ്ട്രോം ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഫിയർ, ആങ്സൈറ്റി ഒക്കെ കൂടി അവർക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസിനെ അഫക്റ്റഡ് ആക്കും. എപ്പോഴും ഒരു ഹെൽപ്ലെസ്നെസ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അവർ പല അഡിക്ഷൻസിലേക്കൊക്കെ ഈ ഒരു ഇമോഷണൽ സ്ട്രെസ് അവരെ കൊണ്ടെത്തിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മളും കുട്ടികളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു വാംത്ത്, അത് ഭയങ്കര, ആ ഒരു ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. പക്ഷെ ചിലപ്പോഴൊക്കെ
നമുക്ക് ആ ഒരു സ്ട്രോങ് ബോണ്ട് കുട്ടികളുമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരാറുണ്ട്. അതിന് ഒരു മേജർ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന രീതി ചിലപ്പോൾ പണ്ട് നമ്മളെ വളർന്നു വന്ന രീതി ചിലപ്പോൾ കംപ്ലീറ്റ്ലി വ്യത്യാസമായിരിക്കും. നമ്മുടെ ഇമോഷൻസിനെ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്ത് ഇപ്പോഴും ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ നമ്മുടെ ഇമോഷൻസിനെ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിൽ നിന്ന് നാച്ചുറലി അടുത്തൊരാളിലേക്ക് നമ്മളിൽ നിന്ന് വരുന്ന റിയാക്ഷനും അങ്ങനെ തന്നെ ആയി പോകാറുണ്ട്. പക്ഷെ അതും നമുക്കൊരു എന്താ പറയാ, ഒരു റീസൺ അല്ല കുട്ടികളോട് അങ്ങനെ ബിഹേവ് ചെയ്യാൻ. കാര്യം ഒരുപാട് പേരൻസ് ഉണ്ട്, അവർ ഗോ ത്രൂ ചെയ്തത് അങ്ങനെ ഒരു ഇമോഷണൽ റിജക്ഷൻ ഒക്കെ ആണെങ്കിലും ഒരു പോയിന്റിൽ അവരത് ഡിസൈഡ് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ള ഹെൽപ്പ് എടുത്ത് ശരിയായ രീതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ ട്രൈ ചെയ്യും, സക്സീഡ് ചെയ്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആക്കി വെച്ചിട്ട് ഇതൊന്നും നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന സ്ട്രെസ് അല്ലെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്ത് ഗോ ത്രൂ ചെയ്തു എന്നുള്ളത് ഒരിക്കലും നമുക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് നമ്മൾ കാണരുത്. ഏതൊരു പോയിന്റിൽ നമ്മൾ ഡിസൈഡ് ചെയ്ത് ഹെൽപ്പ് സീക്ക് ചെയ്യുക, ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളത്. ഇനി ചിലരെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ഇന്റൻഷൻ ഉണ്ടെങ്കിലും, അതായത് ശരിയായ ഇന്റൻഷൻ ആയിരിക്കും, അതായത് കുട്ടി ഒരു തെറ്റ് ചെയ്യുന്നു, നമുക്ക് കറക്റ്റ് ചെയ്യണം എന്ന്, അവൻ തെറ്റിലേക്ക് പോകരുത് എന്നൊക്കെ ഉള്ളതായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഇന്റൻഷൻ. പക്ഷെ നമ്മളിൽ നിന്ന് വരുന്ന ഒരു രീതി, നമ്മൾ കറക്ഷൻ രീതി അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾ ഭയങ്കരമായിട്ട് റിബല്യസ് ആവാനും നമ്മളിൽ നിന്ന് അകന്നു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അവരുടെ ഒരു ലൈഫിലേക്കുള്ള നമ്മുടെ ഒരു എൻട്രി പോലും കട്ടാവുന്ന രീതിയിൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യും. ചിലരെ സംബന്ധിച്ച് ഇതുപോലെ പ്രഷർ ആയിരിക്കും, ഔട്ട് സൈഡിൽ നിന്നുള്ള പ്രഷർ കാരണമായിരിക്കാം നമ്മൾ നല്ല രീതിയിലല്ലാതെ കുട്ടികളോട് പെരുമാറുന്നത്. ചിലപ്പോ നമുക്ക് ശരിയായി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം. ചിലപ്പോ ചെറിയ കുട്ടികളെ, ഇപ്പൊ ടീനേജിന് മുന്നേ ഒക്കെ കുട്ടികൾ റിബലിയസ് ആകുമ്പോൾ ഇവൻ എന്നോട് ഇങ്ങനെ കാണിക്കുന്നല്ലോ എന്നുള്ള ഒരു വിഷമവും സങ്കടവും ഒക്കെ ചേർന്നിട്ടായിരിക്കാം നമുക്ക് അവരോട് ശരിയായി കറക്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. ചിലപ്പോൾ നമ്മുടെ തിരക്കുകൾ കാരണമായിരിക്കാം, വേറെ പ്രശ്നമൊന്നും കാണില്ല, നമ്മുടെ ഒരു ഡെയിലി ഒരു തിരക്കുകൾ കാരണം നമുക്ക് നല്ല രീതിയിൽ അവരോട് പെരുമാറാൻ പറ്റാത്തതായിരിക്കാം. അപ്പൊ റീസൺസ് പലതാണ്, പക്ഷെ അതൊന്നും നമുക്കൊരു എക്സ്ക്യൂസ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു മറ്റൊരാളെ, നമ്മുടെ കുട്ടീനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോഴ്സ്, ഫിസിക്കൽ പണിഷ്മെന്റ്, കുട്ടികളെ പേടിപ്പിക്കാം, ഓർഡർ ചെയ്ത് കാര്യങ്ങൾ നടത്താം, ഇതൊക്കെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനൊന്നും അധികം നാളത്തെ ഒരു ആയുസ് ഉണ്ടായിരിക്കില്ല. വേഗം തന്നെ അവർ ഇതിനെല്ലാം ഇമ്മ്യൂണാവും, നമ്മളെക്കാളും സ്ട്രോങ് ആയിട്ട് നമ്മളോട് തിരിച്ച് സംസാരിക്കാനും കൈ ഉയർത്താനും ഒക്കെ തുടങ്ങും അവര്. അപ്പൊ ഇനി കൺട്രോളിങ് അല്ല നമ്മുടെ എയിം. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇമോഷണലി സ്ട്രോങ് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ എയിം എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് ട്രസ്റ്റ് കുട്ടികളിൽ ബിൽഡ് ചെയ്യുക, നമ്മുടെ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യുക, അവരുടെ ഇമോഷൻസിന് നമ്മൾ അവൈലബിൾ ആയിരിക്കുക, അവരെ ശരിയായ രീതിയിൽ അവരുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ ഗൈഡ് ചെയ്യുക, നമ്മൾ അവർക്ക് ഒരു എങ്ങനെയാണ് ഓരോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഏറ്റവും നല്ല രീതിയിൽ നമ്മളിൽ നിന്ന് അവർ മോഡൽ ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് നമുക്കൊരു ഇമോഷണലി ഹെൽത്തി കുട്ടികളെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് നമുക്ക് വേണ്ടത്. ഇതിൽ ഏതാ നിങ്ങളുടെ ഗോള്? കുട്ടികളുടെ മേലെ ഒരു പവർ കൊണ്ടുവന്ന് കൺട്രോൾ ചെയ്യാന്നുള്ളതാണോ, അതോ ഇമോഷണലി സ്ട്രോങ് ആയിട്ട് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണോ? ഇമോഷണലി സ്ട്രോങ് ആണ് ഏറ്റവും നല്ലത്. പക്ഷെ കുട്ടികളിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം, നമ്മളെ കുട്ടികളെ നമ്മൾ വിശ്വസിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. കാരണം എനിക്ക് 4 കുട്ടികൾ മുമ്പേ വളർന്നു പോയി. അപ്പൊ അതിൽ ഞാൻ പഠിച്ച പാടാണ്, നമ്മളെ കുട്ടികളെ ഏറ്റവും ട്രസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോഴാണ് കുട്ടികൾ നമ്മളോട് നന്നായിട്ട് ബിഹേവ് ചെയ്യും. എന്തും എൻ്റെ ഉമ്മാനോട് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൊരു തലത്തിലേക്ക് കുട്ടികളെ നമ്മൾ കൊണ്ടുവരണം. നമ്മളും കുട്ടികളുമായിട്ടുള്ള റിലേഷൻ ആ ഒരു രീതിയിലാണ് നമ്മൾ ബിൽഡ് ചെയ്യാനുള്ളത്. നല്ല സ്ട്രോങ് കണക്ഷൻ ആയിരിക്കണം. ഇപ്പൊ തെറ്റ് പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മുടെ സൈഡിൽ നിന്നും എന്തൊക്കെ തെറ്റായി, നമ്മുടെ ഒരു പ്രായത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്സാ വരിക. അപ്പൊ അതുപോലെ കുട്ടികളിൽ നിന്നും തെറ്റ് വരും. പക്ഷെ അത് ശരിയായ രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്ത് അതിനോടൊപ്പം അവരൊരു മോൾഡിങ്ങും ശരിയായ രീതിയിൽ നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ഗോളിലേക്ക് എത്താൻ പറ്റുക. ഇനി ചിലർ പറയും എല്ലാവരും ഷൗട്ട് ചെയ്യുന്നുണ്ട്, എന്റെ ചുറ്റുമുള്ള എല്ലാവരും ഷൗട്ട് ചെയ്യുന്നുണ്ട്, പിന്നെന്താ എനിക്ക് ഷൗട്ട് ചെയ്താല്, എല്ലാവരും അടിച്ചാ മക്കളെ വളർത്തുന്നത്, പിന്നെന്താ എനിക്കും അടിച്ചു വളർത്തിയാല്, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന ഓരോ എക്സ്ക്യൂസസ്. നമുക്ക് തിരക്കാണ്, എനിക്ക് ബൈ നേച്ചർ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്ന ഒരാളാണ് ഞാൻ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മളൊരു എക്സ്ക്യൂസ് ആയിട്ട് പറഞ്ഞു നിൽക്കാമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്ന റിസൾട്ട് നമ്മൾ കണ്ടു, എന്തൊക്കെയായിരിക്കും നമ്മുടെ കുട്ടി എങ്ങനെയൊക്കെ ആയിരിക്കും വരിക എന്നുള്ളത്. പക്ഷെ ഈ ഒരു നമുക്ക് ഒരു നെവർ എൻഡിങ് ഒരു
റോളാണല്ലേ ഒരു പേരന്റ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്തൊരു റോളാണ്. ആ ഒരു റോളിൽ ശരിക്കും സക്സീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ ചുറ്റും എത്ര പേരങ്ങനെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാലും അത് നമ്മൾ ഒരു സ്റ്റോപ്പ് ഇട്ട് അടുത്ത തലമുറയ്ക്ക് അത് പാസ് ചെയ്യാതെ ശരിയായ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ എയിം ചെയ്യണം. ഇനി നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും പേരന്റിങ്ങിൽ. അപ്പൊ അതിൽ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ഔട്ട് ചെയ്തതും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവിടെയും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഫെയിലായി പോകുന്നത്? ഇപ്പൊ ഒരു ദിവസം നമ്മൾ ട്രൈ ചെയ്തു, രണ്ടാമത്തെ ദിവസം ട്രൈ ചെയ്തു, പക്ഷെ മൂന്നാമത്തെ ദിവസം നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഭയങ്കര യുണീക്കാണ്. നമ്മുടെ ഫാമിലി പോലെയല്ല, എൻ്റെ ഫാമിലി പോലെയല്ല നിങ്ങളുടെ ഫാമിലി. എൻ്റെ ഒരു മെന്റാലിറ്റി, മാനസികാവസ്ഥയല്ല നിങ്ങളുടെ മാനസികാവസ്ഥ. എൻ്റെ കുട്ടിയല്ല, എൻ്റെ കുട്ടീനെ പോലല്ല നിങ്ങളുടെ കുട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇന്റർനെറ്റിൽ ഒരു കാര്യം കേട്ടു, സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് നിങ്ങൾ കേട്ടു. ആ ഒരു കാര്യം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം നടക്കും, രണ്ടാമത്തെ ദിവസം നടക്കും, മൂന്നാമത്തെ ദിവസം ഒരു റിസൾട്ട് ഉണ്ടാവില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ ക്രിങ്ക് നിങ്ങളെ പേരന്റിങ് സപ്പോർട്ട് ചെയ്യുന്നത്. പേരന്റിങ്ങിന്റെ ഏതൊരു ആസ്പെക്റ്റിലാണെങ്കിലും, നിങ്ങളുടെ സ്ട്രെസ് ആവട്ടെ, നിങ്ങളുടെ കുട്ടിയിൽ കാണുന്ന ഓരോ ഇപ്പൊ കോൺഫിഡൻസ് കുറവോ, നിങ്ങളിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ല കുട്ടിക്ക് ഫീൽ ചെയ്യുന്നതെങ്കിലോ, എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? പേഴ്സണലൈസ്ഡ് സപ്പോർട്ടിലൂടെയാണ് അത് മാറ്റിക്കൊണ്ടുവരിക. ജസ്റ്റ് ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ കുട്ടികളെ റൈറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവരണമല്ലോ. ഇപ്പോ ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് വേറൊരു കുട്ടീനെ ഉപദ്രവിക്കുകയാണെന്ന് വെക്കാം. അപ്പൊ നമ്മൾ അന്നേരം ജസ്റ്റ് ഒരു ഉപദേശവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ആ ഒരു ക്യാരക്ടർ നമുക്ക് മാറ്റാൻ പറ്റിയെന്ന് വരില്ല. പല പല റീസൺസ് ഉണ്ടായിരിക്കാം. ആ കുട്ടി അതൊരു എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ ഇങ്ങനെ നമ്മുടെ കുട്ടിയിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ്സ് ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഓരോ കൺസേൺസ് നിങ്ങൾ പറയുമ്പോഴും ഇതുപോലെ അതിന്റെ റൂട്ട് കോസ് എന്താണ് എന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്ത് ആ റൂട്ട് കോസിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് പേഴ്സണലൈസ്ഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു കുട്ടിയിൽ നിന്ന് ഇങ്ങനെ ബിഹേവിയർ വരുന്നെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക, അവര് മറ്റെല്ലാ കുട്ടികളോടും ഇങ്ങനെയാണോ, ഒരു പെർട്ടിക്കുലർ കുട്ടീനോട് മാത്രമാണോ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, അതോ ഇവർക്ക് ഇങ്ങനെ ദേഷ്യം കാണിക്കുമ്പോഴേക്കും അവർക്ക് നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടോ? പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുക, കുട്ടിക്കൊരു സെൽഫ് എസ്റ്റീം കുറവാണോ, ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കുറവാണോ. കാര്യം കോൺഫിഡൻസ് കുറയുന്ന ആൾക്കാർ, ഇപ്പൊ നമ്മൾ വലിയവരിലും അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾക്ക് കോൺഫിഡൻസ് കുറവാണെങ്കിൽ നമ്മൾ ഭയങ്കര അഗ്രസീവ് ആവും. കാരണം നമുക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് ചൂടാവും. അപ്പോൾ കുട്ടിയുടെ ഒരു കോൺഫിഡൻസ് കുറവാണോ അതിനെ അഫക്ട് ചെയ്യുക. ഇനി അതല്ല, കുട്ടി ദേഷ്യം കാണിക്കുമ്പോൾ കുട്ടിക്ക് എല്ലാം റിവാർഡഡ് ആവുക, കുട്ടിക്ക് വേണ്ടുന്നതെല്ലാം കിട്ടുന്നുണ്ട്, അങ്ങനെയാണോ? ഇനി അതല്ല, കുട്ടിക്ക് ഇങ്ങനെ ദേഷ്യം മോഡൽ ചെയ്യുന്ന ആൾക്കാർ വീട്ടിലുണ്ടോ? ഇനി അതല്ല, കുട്ടിക്ക് മറ്റൊരാളുടെ ഇമോഷൻസ് റൈറ്റ് ആയിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ലേ, അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെ കുറെ ആസ്പെക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള കോസ് മനസ്സിലാക്കിയിട്ടാണ് അതിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുക. അതാണ് ഈ ഒരു പേഴ്സണലൈസ്ഡ് സപ്പോർട്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് വരുന്നത് അതുകൊണ്ടാണ്. ഇനി കുട്ടിക്ക് കോൺഫിഡൻസ് കുറവാണെങ്കിൽ നമ്മൾ നോക്കും, കുട്ടിയും പേരന്റും ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് എത്രത്തോളം ഉണ്ട്, ആ ബോണ്ടിങ് ലെവൽ എത്രത്തോളം ഉണ്ട്, കുട്ടി സ്റ്റഡീസിലാണോ ബാക്കിൽ, കുട്ടി ബുള്ളിങ് ഫേസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ കുറെ നമുക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഓരോ കൺസേൺസിനും നമ്മൾ റൈറ്റ് ആയിട്ടുള്ള റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. ഇതെങ്ങനെയാണ് ക്രിങ്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ പേരൻസിന് അസൈൻ ചെയ്യുന്നത് ഒരു പേരന്റ് മെന്ററെയാണ്. അതായത് പേരന്റിങ്ങിൽ നിങ്ങളുടെ കൺസേൺസ് റൈറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെന്ററെ അസൈൻ ചെയ്തിട്ട് നിങ്ങളുടെ കൺസേൺസ് എന്താണെന്ന് മനസ്സിലാക്കി റൂട്ട് കോസ് അനലൈസ് ചെയ്ത് ആ റൂട്ട് കോസ് മാറ്റാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നിങ്ങൾ അഹെഡ് എടുക്കേണ്ടത് എന്ന് ഓരോ വീക്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ഒരു വീക്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്സ് സജസ്റ്റ് ചെയ്യും, അത് നിങ്ങൾ ചെയ്തു വരുമ്പോൾ അടുത്ത ആഴ്ച അടുത്ത സ്റ്റെപ്സ് സജസ്റ്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനിടയ്ക്ക് ഒരു പ്രോബ്ലം പറ്റി നിങ്ങൾ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് പോയില്ല, അപ്പൊ നിങ്ങളുടെ കൺസേൺ മനസ്സിലാക്കി ശരിയായിട്ടുള്ള സ്റ്റെപ്പായിരിക്കും അടുത്ത ആഴ്ച സജസ്റ്റ് ചെയ്യുക. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ സപ്പോർട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പേരൻസിൽ കുട്ടികളിലും നല്ലൊരു ചേഞ്ച് വിസിബിൾ ആണ്.
നമ്മുടെ സർവീസ് എല്ലാം ഓൺലൈനാണ്. നമുക്കൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ ഡൗട്ട്സ് ചോദിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് മെന്റർ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഇൻഡിവിജ്വൽ കൺസേൺസും റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ സോൾവ് ചെയ്തു പോകും. അപ്പൊ നമുക്ക് ഈ ഒരു പേരന്റിങ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇപ്പൊ നമുക്കറിയാം കുട്ടികളിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാം, നമ്മളിലൊരു ചേഞ്ച് കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടക്കുന്നോ 2 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു 3 months 6 months ആയിട്ടൊക്കെയാണ് നിങ്ങളുടെ കൺസേൺ അനുസരിച്ചിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊരു വെബിനാർ കേൾക്കുമ്പോൾ നമുക്ക് കുറേ പോയിന്റ്സ് കിട്ടും. നമുക്കപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാഴ്ചയായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഇഫക്റ്റ് നിൽക്കുക. പക്ഷേ നിങ്ങളുടെ കൂടെ ഒരു പേരന്റ് മെന്റർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഓരോ ആഴ്ചയും കുറച്ച് കുറച്ചായിട്ട് നിങ്ങളെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യിച്ച് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പൊ അതാണ് നമ്മൾ ഓൾ ടുഗെദർ ക്രിങ്കിൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയയിൽ പേരന്റിങ്ങിൽ സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് അസ്. ഇംഗ്ലീഷ് കിച്ചൺ കണ്ടു വന്ന എല്ലാവർക്കും നമ്മുടെ സൈഡിൽ നിന്നൊരു ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. 15th മുന്നേ ആയിട്ട്, ഇന്ന് 13th ആണ്, 15th മുന്നേ ഒരു ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ പേരന്റിങ് സപ്പോർട്ട് ഈ പറഞ്ഞ രീതിയിൽ ആവശ്യമുള്ളവർക്ക് ശ്രുതി ഒന്ന് ചാറ്റില് ഫോൺ നമ്പറും വാട്സാപ്പിന്റെ ലിങ്കും ഇടും. നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ഓരോരോ ഹാബിറ്റ്, അതായത് നിങ്ങൾക്ക് നല്ല പേരന്റ് ആവണം എന്നൊക്കെ കുറേ എയിംസ് ഉണ്ടാവുമല്ലോ, അതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾക്കൊരു ഹാബിറ്റ് ആയിട്ട് കൊണ്ടുവരിക, ഓരോ സ്റ്റെപ്സും എന്നുള്ളതായിരിക്കും നമ്മൾ ഈ 3 months അല്ലെങ്കിൽ ഈ ഒരു 6 months ഫോക്കസ് ചെയ്യുക. അപ്പോൾ വി ഹവ് കം ടു ദ എൻഡ് ഓഫ് ടുഡേയ്സ് സെഷൻ. ക്രിങ്കൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഫോളോ ചെയ്യുക. വി ആർ ദെയർ ഇൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ലിങ്ക്ഡ്ഇൻ എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മളുണ്ട്. ഇനി ഈ സെഷൻ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് നൗ. ഈ ഒരു സാറ്റർഡേ ഈവനിങ് ടൈമിൽ ഇത്രയും ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ, നജ്മ. എനിക്ക് പറയൂ നജ്മ. 2 മക്കളാണുള്ളത്. അപ്പം 2 പേരും തമ്മിൽ ഒരു 2.5 ഡിഫറൻസേ ഉള്ളൂ. അപ്പം ആദ്യത്തെ മോന്, അതായത് 2ാമത്തെ മോൻ ഉണ്ടായത് അവൻ പെട്ടെന്ന് കണ്ടപ്പോഴാണ് വെച്ചാല് നമ്മള് ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവനിങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച്, അതുവരെ അവന് ബേബി എന്നുള്ള ഒരു കൺസെപ്റ്റ് പോലും അറിയൂല. നമ്മളിവിടെ ദുബായിലാണ്. അപ്പം അങ്ങനെ പെട്ടെന്ന് കണ്ട കാരണം അപ്പോ തന്നെ അവൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അവനെ എന്റെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് ചെറിയ മോനെ മദർ-ഇൻ-ലോന്റെ കയ്യിൽ കൊടുത്തിരിക്കുക ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ പരമാവധി കെയർ ചെയ്ത് ഞാൻ കൊണ്ടുവരും. പക്ഷെ അപ്പം ഇവിടെ ഉള്ള നമ്മളെ വീട്ടിൽ നിൽക്കുന്ന എല്ലാരും പറയും, നിനക്ക് ചെറിയ ആളോട് ഇഷ്ടമില്ല, വലിയ ആളോടാണ് ഇഷ്ടം, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യണത്, അല്ലെങ്കിൽ നീ ഇവനെ നോക്കണില്ല. അങ്ങനെ എന്നെ കുറ്റപ്പെടുത്തി ഞാനൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എനിക്കത്. പക്ഷെ എന്നാലും ഞാൻ മൂത്താളെ എനിക്കറിയായിരുന്നു ഈ ഒരു ഇമോഷണൽ ഇങ്ങനത്തെ പ്രോബ്ലത്തിനെ കുറിച്ച് എനിക്ക് അറിയണ കാരണം ഞാൻ പരമാവധി അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പൊ അവന് ഓക്കെ ആയിരുന്നു, എൻ്റെ അടുത്ത് അവൻ കംഫർട്ടായിരുന്നു. പക്ഷെ ഇവൻ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേന് ഇവരെല്ലാരും കൂടി ദേഷ്യപ്പെടും. അപ്പം ഇവനത് കൂടുതലായിട്ട് ആ ദേഷ്യം കാണിക്കാൻ തുടങ്ങും. അങ്ങനെ പക്ഷെ ഇപ്പൊ വളർന്നു വരുന്തോറും അവൻ എല്ലാത്തിലും നോക്കണം, പക്ഷെ അവനൊരു തരം ദേഷ്യമുള്ളത് പോലെ തോന്നാറുണ്ട്. ചില ടൈമിലൊക്കെ അവന് ഒത്തിരി വാശി കാണിക്കണ പോലെ തോന്നുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് പരമാവധി ശ്രമിക്കുമ്പോഴും ബാക്കിയുള്ളവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത് അവന് വേറൊരു ഇതാണ്. അപ്പം ഇനിയിപ്പം ആരെങ്കിലും നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ പോലും അവരെല്ലാരും കൂടെ എന്നെ ഉപദേശിക്കാൻ തുടങ്ങും. നീ ഇങ്ങനെയല്ല നിൽക്കണ്ടേ, നീ അവരെ കുറച്ച് ചീത്ത പറയ്, അടിക്ക്, എന്നാലേ റെഡി ആകുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എന്നോട് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ തന്നെ എനിക്ക് തന്നെ അത് ഭയങ്കരമായിട്ട് സ്ട്രെസ് വരൽ തുടങ്ങി. ഞാൻ എന്നെ തന്നെ എനിക്ക് ആകെ ഒന്നിനും ഒരു പറ്റാത്തൊരവസ്ഥയായി. അപ്പൊ എനിക്കിപ്പോ ഭയങ്കരമായിട്ട് ദേഷ്യം ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എനിക്കിപ്പം ഇവരത് വല്ലാതെ കാണുമ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു തുടങ്ങി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോലും നമ്മളൊരു പുറത്ത് പോയപ്പം വേറൊരു ഫാമിലി ഉണ്ട് കൂടെ. അപ്പം ഇവന് വിശന്നാലൊക്കെ ഇത് ഇത്തിരി കൂടും. വിശക്കുമ്പോ ഇവന് വിശന്നിട്ടാണ് ഈ ഒരു പ്രശ്നം എന്നൊന്നും ഇവനറിയില്ല. ഭക്ഷണം കൊടുത്താൽ കഴിക്കൂല. പക്ഷെ അപ്പൊ ഞാൻ പരമാവധി ഇവൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ നോക്കും. എന്നിട്ട്
ഇവന് ചില സാധനങ്ങളൊക്കെ അവന് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെച്ച് അവൻ കഴിച്ചുകൊണ്ടിരിക്കുക, ചില ഇഷ്ടമുള്ള സാധനം. അപ്പോഴത്തേനും മറ്റേ ഫാമിലി വന്നിട്ട് പിടിച്ചിട്ട് അതങ്ങനെ പറ്റൂല, ഇങ്ങനെ ഷെയർ ചെയ്യാത്തൊരു സ്വഭാവം പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ മുന്നിലിട്ട് അവനെയും എന്നെയും എല്ലാം കൂടെ. അപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും കൂടുതൽ അവരേറ്റമാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഹസ്ബൻഡിന് മനസ്സിലാവില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും ഇങ്ങനെ. അത് ഞങ്ങളെ ഒരു ഇതിൽ തന്നെ എനിക്ക് തന്നെ കൂടുതലായിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ള കാരണമാണ്. ഇങ്ങനെ ഇമോഷണലി ഭയങ്കര ബാക്കിലോട്ട് നിൽക്കുന്നുണ്ട്. കാരണം നമുക്കിത് റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്ന് കിട്ടി നമ്മൾക്കത് അറിയാം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. അത് കാരണം നമ്മൾ ഈ വളർന്നു വരുന്ന മക്കളെ പരമാവധി അങ്ങനത്തെ ഒരു എൻവിറോൺമെന്റിൽ നിന്ന് പെടാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഇപ്പം ബാക്കിയുള്ള ആൾക്കാരുടെ ഇടപെടൽ കാരണം പറ്റണില്ല. ഇവനിങ്ങനെ ദേഷ്യം കാണിക്കും ചെയ്യാം. അപ്പൊ അതെന്താ ചെയ്യണ്ടേന്ന് അറിയാതെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിൽ എനിക്ക് മാത്രം, ഞാനത് ഹസ്ബൻഡിനോട് പോയി പറയാൻ എനിക്ക് പറ്റണില്ല. ആ ഒരു അവസ്ഥയിലപ്പൊ നിൽക്കുന്നത്. അത് ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോഴുള്ള ഒരു പാരന്റ് പറഞ്ഞത്. കാരണം ഞാനെല്ലാം ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം കുട്ടികൾ എന്തെങ്കിലും കളിക്കുമ്പോൾ അത് കുട്ടികളുടെ ഒരു അവര് പെട്ടെന്ന് അവർക്ക് വേറൊരാളോട് കൂടി വരുമ്പോ അപ്പൊ അവരെ സ്നേഹം കുറഞ്ഞു പോകുന്നുള്ള ഒരു ഫീലിംഗ് കുട്ടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് നമുക്കത്. അതിനെ എങ്ങനെയാ തരണം ചെയ്യാന്നുള്ളത് അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അതെ, ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാര്യം ഇപ്പൊ ചുറ്റുമുള്ളവര് നമുക്ക് ഉപകാരം ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗുണത്തെക്കാളും ദോഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് ഇനിയിപ്പോൾ അടുത്ത് എക്സ്പെക്ടിങ് ആയിട്ടുള്ളവർക്കൊക്കെ നോട്ട് ചെയ്യാൻ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ കുട്ടി അടുത്തൊരു വാവ ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ മക്കളെ അതിന് എക്യൂപ്പ് ചെയ്യാന്നുള്ളതാണ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നമുക്ക് അടുത്തൊരു കുട്ടി വരുമ്പോഴല്ല മൂത്താൾ അറിയാനുള്ളത് അയ്യോ ഞാനിനി ഒരാളെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളത്. അപ്പൊ അതിന് മുന്നേ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വാവ വന്നതിന്റെ പേരിൽ കുട്ടിക്ക് ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലോ ഒന്നും ആവാതെ വാവേനെ എക്സൈറ്റിംഗ് ആയിട്ട് തന്നെ റിസീവ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഇതിന് മുന്നേ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് പല സ്റ്റെപ്സ് ഉണ്ട്. അങ്ങനെ അതാണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഞാനൊരു കാര്യം, ഈ എന്റെ കേസില് അവൻ വന്നതല്ല ഒരു പ്രശ്നം. അവൻ വന്നപ്പോ ബാക്കിയുള്ളവര് അവനെ ട്രീറ്റ് ചെയ്യണതും ഇവനെ ട്രീറ്റ് ചെയ്യണതും ആണ് പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. അവനെ പെട്ടെന്ന് കണ്ടപ്പോ ഓക്കെ, പക്ഷെ ഇവര് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ്. ചില ടൈമിലാണ് ഇവർ എന്തെങ്കിലും കാര്യത്തിന് ഇവര് അടി കൂടുള്ളൂ. അല്ലെങ്കിൽ കുഴപ്പമില്ല, അവര് നല്ല, അതായത് അവൻ ഇവനുമാണ് ഫ്രണ്ട് ആയിട്ടുള്ളത്. പുറത്തുനിന്ന് വേറെ ആരും ഇല്ല. സോ ഇവര് തമ്മിലല്ല പ്രോബ്ലം, പക്ഷെ വേറൊരു ആൾക്കാര് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ടാണ് പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതെനിക്ക് മനസ്സിലായി നജ്മ. ഞാൻ ഇതിന്റെ ഒരു ഓവറോൾ കാര്യങ്ങൾ പറയാൻ അടുത്ത് എക്സ്പെക്ടിങ് ആയിട്ടുള്ളവർക്കൊക്കെ ചെയ്യാനായിട്ട്. കാര്യം നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് ഫേസിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇവര് ഭയങ്കര റിസീവിങ് മോഡിൽ നിൽക്കുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് എ ചൈൽഡ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഈ പറഞ്ഞ പോലെ നമ്മളിൽ നിന്ന് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അടുത്ത വാവനെ പറ്റിയോ മോനെ പറ്റിയോ ഒന്നും നമ്മളിൽ നിന്ന് പാസ് ചെയ്യാതെ നോക്കാം. പിന്നെ നമുക്ക് എത്രയാണെങ്കിലും ബാക്കിയുള്ളവരെ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ കൂടി പോയാൽ നമ്മുടെ കുട്ടീനെ ടു ആൻ എക്സ്റ്റെന്റ്. അപ്പോൾ നമ്മളിൽ നിന്ന് അവരൊരു നെഗറ്റീവും ഫേസ് ചെയ്യുന്നില്ല എന്നുള്ളത് എൻഷുർ ചെയ്യാം. പിന്നെ 3 ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കംപ്ലീറ്റ്ലി മൂത്താളെ മാത്രം ഫോക്കസും ചെയ്യരുത്. കാര്യം അവിടെ അവർ പഠിക്കുക എല്ലാം എനിക്കുള്ളതാണെന്നാ പഠിക്കുക. അങ്ങനെ പലരും ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ ചെറിയ അവനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് മൂത്ത ആൾക്കാർ കോൺസെൻട്രേഷൻ കൊടുക്കുക, കാര്യം അവനത് മിസ്സിങ് ആവരുത് എന്നുള്ളതുകൊണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, മോനെയും ട്രെയിൻ ചെയ്യണം എങ്ങനെയാ ചെറിയ ആളെ നോക്കേണ്ടതെന്നുള്ളതും. നമ്മൾ ഡീൽ ചെയ്യുമ്പോഴും അവരെ ഈക്വലി ഡീൽ ചെയ്യാനും. പിന്നെ മൂത്താൾക്ക് വരുന്ന ആ ഒരു സ്ട്രെസ്, ഇപ്പൊ ബാക്കിയുള്ളവരിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവ് റിയാക്ഷൻ കാരണം കുട്ടിക്ക് ഫീൽ ചെയ്യുന്നതിനെ, ആ ഒരു ഇമോഷൻസിനെ നമ്മൾ ശരിയായ രീതിയിൽ ടാക്കിൾ ചെയ്ത് പോകണം. അക്നോളജ് ചെയ്ത് അവർക്ക് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മളിപ്പോൾ പേരൻസ് കൂടി പോയാൽ ഇപ്പോൾ ഫാദറും മദറും രണ്ടുപേരും ഒരേ രീതിയിൽ നിൽക്കാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറേയൊക്കെ ടു ആൻ എക്സ്റ്റെന്റ് നമുക്കത് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും.
ഉം. പിന്നെ ഈ വളർന്നു വരുമ്പോൾ ഈ പറയുന്ന ഗ്രഡ്ജസ് ഒക്കെ ഇവർക്ക് ചിലപ്പോൾ കൂടി വഴക്കിലോട്ടൊക്കെ പോവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവർ തമ്മിൽ ഒരു സ്നേഹബന്ധം കൂട്ടിക്കൊണ്ടുവരാനും. ഇനി അവർ തമ്മിലൊരു വഴക്കുണ്ടാവുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യാതെ രണ്ടുപേരെ ഈക്വലി കാണുക എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ബാക്കിയുള്ളവരെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്താ പറയാ, നമുക്ക് നമ്മളെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിൽ നിന്ന് കുട്ടി ശരിയായ കാര്യങ്ങളാണ് മോഡൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുക. പിന്നെ കുട്ടികളിൽ നിന്ന് വരുന്ന ഈ അഗ്രഷൻ, അത് നമ്മൾ നമ്മുടെ സെഷനിലും കണ്ടല്ലോ, അത് നമ്മൾ ശരിയായ രീതിയിൽ ടാക്കിൾ ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കണം. അതിനെ റിജക്റ്റ് ചെയ്യാതെ എന്നാൽ അതിന് വളം വെച്ച് കൊടുക്കാതെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട അടുത്ത് നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. അത് ശരിയായ കാര്യത്തിനും ശരിയായ രീതിയിലും ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. മാം ഇതിന് ഹലോ മാം, എൻ്റെ പേര് മീര. പറയും മീര. എനിക്ക് ഡൗട്ട് എന്ന് പറയാനല്ല, എങ്കിലും ഇപ്പോൾ നജ്മ പറഞ്ഞതുപോലെ ഒരു സിമിലർ സിറ്റുവേഷൻ ഏകദേശം അതുപോലെ, അതായത് പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടല്ല മോന് രണ്ടാമത്തെ ആളെ കിട്ടിയത്. ഞാൻ സെക്കൻഡ് ആളെ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ ഞാൻ മോനൊരു ഇൻട്രൊഡക്ഷൻ, ഇങ്ങനെ അവനെ കൊണ്ട് ഒരു അനിയത്തിയെ അല്ലെങ്കിൽ ഒരു അനിയനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു നമ്മൾ തോട്ടിട്ട് കൊടുക്കുക എന്ന് പറയുന്ന പോലെ അവനറിയാതെ തന്നെ ഒരാഗ്രഹം ഉണ്ടാക്കി, അവനെ കൊണ്ട് തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ ആക്കി അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോള് ഉണ്ടായപ്പോൾ അവനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അവളുടെ ഒരു 2 വയസ്സ് വരെ അവളെ നോക്കി തന്നത് എന്ന് പറയാം. ഇവർ തമ്മിൽ 3 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എങ്കിൽ പോലും ചെറിയ വാവയായിരിക്കുമ്പോൾ കുറുക്ക് കൊടുക്കുന്നത് പോലും ഇവനായിരുന്നു. അത്രയും കെയറിൽ ഇവർ കളിച്ച് വളർന്ന് വന്നതാണ്. പക്ഷേ എനിക്കുണ്ടായൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും വളർന്നു. ഇപ്പോൾ മൂത്താൾ 13 വയസ്സായി, രണ്ടാമത്തെ ആൾ 9 വയസ്സ്. അവരാണ് ഇപ്പം നജ്മ പറഞ്ഞ പോലെ ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒരു പ്രശ്നവുമില്ല. ഇവർ ഭയങ്കര കള്ളത്തരാണെങ്കിലും കുസൃതിയാണെങ്കിലും നല്ല കാര്യങ്ങളാണെങ്കിലും രണ്ടുപേരും കൂടെ ഒരുമിച്ചൊക്കെയാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ മൂത്ത ആൾക്ക് ഇപ്പോൾ ഗ്രാജുവലി അവന് ഞാൻ രണ്ടാമത്തെ ആളെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ ഉടനെ തന്നെ ഏകദേശം ഒരു 5 months ആയപ്പോഴേക്കും മോന് നെഫ്രോട്ടിക് സിൻഡ്രോം വന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവൻ സ്റ്റിറോയിഡ് എടുക്കേണ്ടി വന്നു. അതിനുശേഷം അവൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആവാൻ തുടങ്ങി. അത്രയും നാൾ അവൻ ഭയങ്കര ഒരു ബ്രില്യൻറ്റ്, മറ്റുള്ളവർ കണ്ണ് വെക്കണ പോലെയുള്ളൊരു കുട്ടിയായിരുന്നു. എല്ലാം ഭയങ്കര സൂപ്പർ ഇതായിട്ട് ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. ഈ മരുന്നെടുക്കാൻ തുടങ്ങിയതോടുകൂടി ഇവൻ ഭയങ്കര ഒബീസ് ആവാൻ തുടങ്ങി, ഹൈപ്പർ ആവാൻ തുടങ്ങി. അങ്ങനെ മൊത്തം പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര പ്രശ്നക്കാരനായി. എങ്കിലും വാവ വന്നു കഴിഞ്ഞപ്പോൾ ഇവനായി എനിക്കൊരു സപ്പോർട്ട് എന്ന് പറയണത്. അങ്ങനെ ആയി ഇപ്പം വലുതായി കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ചേഞ്ച്. അതൊരു 13 വയസ്സായപ്പോൾ വന്ന ചേഞ്ച് അല്ല, ഗ്രാജുവലി അവൻ ചേഞ്ച് ആവുന്നു. ഞാനും അവനുമായിട്ട് ഭയങ്കര പ്രശ്നം, ഭയങ്കര പ്രഷർ. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു ഡിപ്രഷൻ സ്റ്റേജ് പോലെ ആവണു. എനിക്ക് എവിടേക്കെങ്കിലും ഇറങ്ങി പോയാൽ മതി എന്ന് തോന്നുന്നു. അവനും ഇതൊക്കെ തന്നെ പറയണു, ഞാൻ ഇറങ്ങി പോവാണ്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോവും, ഞാൻ ഇത് മുഴുവൻ ബോംബിട്ട് നശിപ്പിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര ദേഷ്യം. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ല. ഞാൻ ഈ ഫുൾ സെഷൻ ഇങ്ങനെ കേട്ടപ്പം ഇതിൽ പറഞ്ഞ അതിൻ്റെ ഒരു റൂട്ട് കോസ് എവിടെ നിന്ന് സംഭവിച്ചു എന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇവൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിമാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ശരിക്കും എന്നെയും ഹസ്ബൻഡിനെയും ഉപയോഗിക്കുന്നത് ഇവന് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനുള്ള 2 പേര്, ഇവൻ്റെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥപ്പെട്ട 2 പേരാണ് നിങ്ങൾ മേടിച്ച് തന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ച് തരണം. ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ അവൻ്റെ അവകാശങ്ങൾ, അല്ലെങ്കിൽ അവന് കിട്ടുന്നതെല്ലാം അവൻ്റെ അവകാശങ്ങൾ. അവൻ്റെ എല്ലാ ജോലികളും അവൻ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും, രണ്ടാമത്തെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സിവിയർ സിറ്റുവേഷൻ വന്നാൽ ഹി വിൽ ബി വിത്ത് അസ്. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആവണം. ഒന്നും പഠിക്കില്ല, ഒന്നും എഴുതാൻ താല്പര്യം കാണിക്കില്ല, ഒരു പോസിറ്റീവ് കാര്യങ്ങളും അവൻ ചെയ്യുന്നില്ല. എന്നാൽ ഭയങ്കര ടാലൻറ്റഡ് ആണ്, ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. ഇതൊന്നും അവൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. ഞാൻ അവനോട് പറയും, മോൻ ഒത്തിരി നല്ലതാണ്, മോൻ ഗിഫ്റ്റഡ് ചൈൽഡാണ്, അമ്മയ്ക്ക് മോനെ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴും ഇതൊക്കെ അമ്മ വെറുതെ പറയണത്, ഇതൊക്കെ അമ്മ എന്നെ നല്ല കുട്ടിയാക്കാൻ ശ്രമിക്കുക എന്നതല്ലേ. ഞാൻ ഇവനിങ്ങനെ ചേഞ്ച് വന്ന സമയത്ത്
ലക്ഷ്മി ഗിരീഷ് കുറുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മാമിനെ ഞാൻ സംസാരിച്ച് മാമിൻ്റെ ഒരു മാം വഴിയല്ല, ഞാൻ തന്നെ ഒരു ഫേസ്ബുക്കിലോ മറ്റോ കണ്ട ഒരു ആപ്പ് വഴി ഇവനെ പറ്റിയിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ സെൻറ്റൻസസ് എഴുതിയ ഒരു ഒരു ബുക്ക് ഉണ്ടാക്കിച്ച് അത് ഗിഫ്റ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ തന്നെ അതായത് നമ്മൾ തന്നെ പൈസ കൊടുത്ത് നമ്മൾ അവൻ്റെ പേരിൽ ഗിഫ്റ്റ് വരുത്തിക്കുകയാണ്. ഫ്രം ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അവൻ അതിൽ ഭയങ്കര സസ്പെൻസ് ആയിരുന്നു. അമ്മ എന്നാലും എങ്ങനെയാ അമ്മ ഗോഡ് എനിക്ക് ഗിഫ്റ്റ് അയച്ചത്, അതെന്താ? ഞാൻ പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്കാറുണ്ടല്ലോ എനിക്ക് ഇത്രയും നല്ലൊരു മോനെ തന്നതിന് നന്ദിന്ന്, അപ്പം അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാഴ്ചയാണ് എനിക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ പറയാണ്, അമ്മ ആരെയോ ഏതോ ഡോക്ടറെ കണ്ട് എന്നെ നല്ല കുട്ടിയാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ആയിക്കോട്ടെ, ഇതവൻ കണ്ടുപിടിക്കുകയാണ്. അതായത് അവൻ അസ്യൂം ചെയ്യാണ് ഇതൊക്കെയാണ് അമ്മ നമ്പർ ഇറക്കുന്നതാണ്, ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അത്രയും സത്യം പറഞ്ഞാൽ ഞാൻ അതിലും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അവൻ അത്രയും ബ്രില്യൻ്റ് ആണല്ലോ, നമ്മുടെ ഒരു ട്രിക്ക് പോലും കണ്ടുപിടിക്കാൻ പാകത്തിന് ഇത്രയും ചെറിയ കുട്ടി ബ്രില്യൻ്റ് ആയല്ലോ എന്ന്. ഇതൊരു 5-6 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ് ഞാനീ പറയണത്. ഇപ്പോൾ 13 വയസ്സായി, അവൻ്റെ അടുത്ത് ഒരു നമ്പർ നടക്കില്ല. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം സംഭവിക്കുന്ന ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാം നേരത്തെ പറഞ്ഞു നമ്മൾ ഇമോഷണലി അവൈലബിൾ ആവാതിരിക്കുകയെന്ന്. ഞാൻ ചിലപ്പോൾ അറിയാതെ അങ്ങനെ അവൈലബിൾ ആവാതിരുന്ന് പോണു. ഇപ്പം അവന് അൽഫാമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറുവേദന വരും, പക്ഷെ അവന് ഇഷ്ടമാണ് അൽഫാം. അപ്പോൾ വല്ലപ്പോഴും നമ്മൾ മേടിച്ചു കൊടുക്കും. മേടിച്ച സാധനം കൊണ്ടുവന്ന് കഴിച്ച് തുടങ്ങുമ്പോഴേ അവൻ പറയുകയാണ്, ഇന്ന് എനിക്ക് വയറുവേദന വരും, ഇന്ന് എനിക്ക് വയറുവേദന വരും. അപ്പം ഞാൻ പറയും, മോനെ ഇല്ല, മോന് വരില്ല എന്ന് പറഞ്ഞാലും രാത്രി ഒരു 2 മണിയാകുമ്പോൾ ഇവൻ എഴുന്നേറ്റ് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പം ഞാൻ വർക്കിംഗ് ആണ്, എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഒരു ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലമാണ് പിറ്റേ ദിവസം. മാത്രമല്ല ഞാൻ ശരിക്കും ഒരു ഡിപ്രഷൻ ലാണ് വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെയാണ്. അപ്പോൾ നേരത്തെ നജ്മ പറഞ്ഞ പോലെ നമ്മുടെ പോസ്റ്റ്മോർട്ടം ഒന്നും ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല, നമ്മൾ പോലും റിയലൈസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ എനിക്ക് തോന്നും വേണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ വേണ്ടായിരുന്നു എന്ന് പോലും തോന്നിപ്പോകും. കാരണം നമുക്ക് എത്രയോ പാരൻസ് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കണം. നമുക്ക് ദൈവം 2 പേരെ തന്നിട്ട് അവരെ നേരെ ചൊവ്വേ വളർത്താൻ കഴിവില്ലാത്തവരാണെങ്കിൽ എന്തിനാണ് നമ്മൾ അമ്മയായത് എന്നൊക്കെ എനിക്കിങ്ങനെ അങ്ങനെയൊക്കെ ഡിപ്രഷൻ സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോണു. ഹസ്ബൻഡ് ഉണ്ട്, സപ്പോർട്ടീവാണ്, പാവമാണ്. പക്ഷേ എന്താ പറയണേ, അറിയില്ല, ഒന്നിനെ പറ്റി ഒരു അറിവില്ല. അതായത് ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മുടെ അത്രയും പോലും അറിവില്ലാത്ത ഒരാളാണ് ഹസ്ബൻഡ്. ഹീസ് ബിസി വിത്ത് എന്താ പറയുക, നമ്മുടെ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തിരക്കിൽ അദ്ദേഹം വളരെ ബിസിയാണ്. നമ്മൾ അത്ര ഇതായിട്ടുള്ള ആളൊന്നുമല്ല, നല്ല ജോലിയുണ്ട്, അത്യാവശ്യം സെറ്റിൽഡ് ആണ്. അതല്ലാതെ നമുക്കൊരു എക്സ്ട്രാ ഒരു എക്സ്പെൻസ് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത, അതായത് കുട്ടികൾ ഈ പ്രാവശ്യം നമ്മളോടൊരു എക്സ്ട്രാ സാധനം ആവശ്യപ്പെട്ടാൽ അതുപോലും മേടിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റാത്ത അത്രയും 2 അറ്റം കൂട്ടിമുട്ടിക്കുന്ന ഒരു ആവറേജ് ഫാമിലിയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇവൻ ഇങ്ങനെ പ്രഷർ തരുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രാവശ്യം അതുപോലെ തന്നെ ഞാനൊരു ടീച്ചറാണ്, പറയാൻ പാടില്ല, എക്സ്ക്യൂസ് മീ മാം, ഒരു സെക്കൻഡ്. അപ്പോൾ കുട്ട അമ്മ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പുറത്തേക്ക് പോകും, അവിടെ നിൽക്കല്ലേ, അവിടെ നിൽക്കിച്ചിട്ട് പുറത്ത് പറ്റില്ല, ഒരു സംസാരിക്കാൻ സമ്മതിക്കില്ല പുറത്ത്. അപ്പോൾ അവര് ഇപ്പം ഈവൻ ഇതുപോലും അവൻ വന്നപ്പോഴാണ് ഞാൻ പെട്ടെന്നൊന്ന് ഹോൾഡ് ചെയ്തത്. ഇതുപോലും ഇവന് ചിന്തിക്കും, അമ്മ എന്തോ എന്നെ പറ്റി അത്രയും അവൻ കോൺഷ്യസ് ആണ്. അവനറിയാം എല്ലാ കാര്യവും, പക്ഷെ അവൻ എൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്ത് വരില്ല. അവനറിയാം ഞാനേ ഉള്ളൂ അവൻ്റെ കൂടെ നിൽക്കാൻ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കുമ്പോഴും ഞാൻ പറയും, മോനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അമ്മ ഉണ്ടാവും കൂടെ, ലോകത്ത് ആരില്ലെങ്കിലും അമ്മയും അച്ഛനും ആളും നിൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഫോൾട്ട് വരികയാണ്, നമ്മൾ കൂടെ ഉണ്ടാവാതിരിക്കുക. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് അവനെ നെഗ്ലക്റ്റ് ചെയ്യണം, അവനെ എങ്ങനെയെങ്കിലും മാറ്റണം, കാണുമ്പോൾ തന്നെ ദേഷ്യം വരിക, ഇങ്ങനെയൊക്കെ ആയി തുടങ്ങി. എൻ്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങണം ആ ഒരു എഫേർട്ട് എടുക്കാനുള്ള മനസ്സ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല മാം. മീര എന്തായാലും ആ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യൂ. പിന്നെ മീര പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാണ്ട്, ഇപ്പൊ കുട്ടിയൊക്കെ നമ്മളെക്കാൾ ഒരുപാട് സ്മാർട്ടാണ് കുട്ടികൾ. നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്ന ചെറിയ ചെറിയ കളവുകളൊന്നും ഒരു മൈൻഡ് ചെയ്യില്ല എന്നും. ഇപ്പൊ മീര ചെയ്ത മോനൊരു രസമാവുന്ന രീതിയിലാണ് ഗിഫ്റ്റ് ഫ്രം ഗോഡ് എന്ന് പറഞ്ഞ് കൊടുത്തത്, പക്ഷെ അതും അവൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പൊ അത് മീര പറഞ്ഞ പോലെ തന്നെ നമുക്കത് കുട്ടികളുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം. അവർക്ക് നല്ല ബുദ്ധിയുണ്ട്, നമ്മളിപ്പോൾ ആ രീതിയിൽ അത് പറയേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ചെറിയ ചെറിയ എഫേർട്സ് നമ്മളൊരു കണ്ടിന്യൂസ് ബേസിസിൽ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. പിന്നെ 2, നമ്മൾ മോൻ്റെ ഇമോഷൻസിന് ഇപ്പൊ അവന് തോന്നുകയാണ് വയറുവേദന ഉണ്ട് എന്നുള്ളത്, പക്ഷെ നമ്മൾ പറയാം വയറുവേദന ഉണ്ടാവില്ല എന്നുള്ളത്.
നമ്മൾ അവൻ്റെ ആ ഒരു തോട്ടാണ് അവിടെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നത്, അവൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെങ്കിലും കുട്ടിക്ക് തോന്നുക അവരുടെ ഫീലിങ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്കുള്ളിലൊരു പേടിയുണ്ട് വയറുവേദന വരും എന്നുള്ളത്, പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അവർ വിചാരിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പിന്നെ ഇതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും നമുക്കൊരു സെഷൻ എടുക്കാം. ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യും, ഓക്കെ മാം, കോൺടാക്ട് ചെയ്യാം. ശ്രുതിക്ക് താങ്ക് യു. മെസ്സേജ് അയച്ചാൽ മതി. മറ്റു ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ അതോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവോ? ഓക്കെ, താങ്ക് യു സഫീദ, റഷീദ. അപ്പോൾ എന്നാൽ ഇനി വേറൊരു സെഷനിൽ ഇനിയും കാണാം. നിങ്ങളെല്ലാവരും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ സോഷ്യൽ മീഡിയയിൽ എല്ലായിടവും ഫോളോ ചെയ്യുക. വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ഇതുപോലത്തെ സെഷൻസും മറ്റു ഡീറ്റെയിൽസും പേരൻറ്റിങ്ങിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള കോണ്ടന്റും ഒക്കെ ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. Thank you, ma'am. താങ്ക് യു. താങ്ക് യു. അപ്പൊ ശരി ടീച്ചറെ, നാളെ കാണാം. ഹായ്. ഹലോ, ഹായ് മുക്ത.